Hello kiddos, welcome to 90 Plus India's first animated live tuition. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എന്തൊക്കെയുണ്ട്? എത്ര പേർക്ക് അറിയാന്നെ? എത്ര പേർക്ക് അറിയാം? എത്ര പേർക്ക് അറിയാന്നെ? ഹലോ, എത്ര പേർക്ക് അറിയാം? കമന്റ് ചെയ്യ് വേഗം എന്നെ അറിയോ? എന്നെ അറിയോ? എത്ര പേർക്ക് അറിയാം? ആരും ഇല്ല ഇവിടെ? നോ, സത്യസന്ധമായ ഉത്തരം ബാക്കി ആർക്കും എന്നെ അറിയില്ലേ? കുറച്ചു പേർക്കെങ്കിലും അറിയണമല്ലോ. അറിയാം, ഓക്കെ, വരുന്നുണ്ട്. കുറച്ചു പേർക്കെങ്കിലും അറിയണമല്ലോ. കുറച്ചു പേർക്കെങ്കിലും അറിയണ്ടേ? നോ, അറിയാം. എന്നാ പറഞ്ഞേ, കുറച്ചു പേര് അറിയുന്നവര് പറഞ്ഞേ. ആരാ ഞാൻ? എന്റെ പേരെന്താ? എന്റെ പേരെന്താ? നോ, ഞാൻ പറയാം. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. എന്റെ പേര് അക്ഷയ. ഞാൻ നിങ്ങളുടെ ബേസിക് സയൻസിന്റെ ടീച്ചറാണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ബേസിക് സയൻസിന്റെ ടീച്ചറാണ്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. 2 മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് വന്നേക്കാം. എന്റെ മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ് അത്. നിങ്ങളുടെയോ? സയൻസ് ഇഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടമാണോ? ഇഷ്ടമാണ്, റൈറ്റ്? ഇഷ്ടമുള്ളവരൊരു ഗ്രീൻ കമന്റ് തന്നെ, ഗ്രീൻ ഹാർട്ട് തന്നെ റിയാക്ഷൻ ആയിട്ട്. ഇഷ്ടമില്ലാത്ത ഒരു ബ്ലാക്ക് ഹാർട്ട് തന്നോളൂ, കുഴപ്പമില്ല. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. എല്ലാവരും ക്യാമറ ഓൺ ആക്കിക്കോളൂ കേട്ടോ. ക്യാമറ ഓൺ ആക്കിക്കോളൂ. എല്ലാവരും ക്യാമറ ഓൺ ആക്കിക്കോളൂ. ഗ്രീൻ ഹാർട്ട്, റെഡ് ഹാർട്ട്. ഓക്കെ, അത് ഞാൻ ഹൃദയത്തോട് സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, നീരവ് ഹൃദർ. ഗുഡ് ഈവനിങ്. ഓക്കെ, എല്ലാവരും റെഡിയാണോ? അതെ ദേവഭദ്രെ, അതെ. ഞാനാണ് അക്ഷയ. ഓക്കെ, എന്റെ പേരെന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അക്ഷയ എന്നാണ് എന്റെ പേര്. ഓക്കെ, സെറ്റ് അല്ലേ? ആ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അല്ലേ, എല്ലാവരും സെറ്റ് ആണോ? കൊറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് എന്റെ മക്കൾ എല്ലാവരും നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെക്കേഷൻ നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ട്. എല്ലാവരും സ്ക്രീൻ ടൈം ഒന്നും അല്ലായിരുന്നു. കുറേ പേര് കളർ പഠിക്കാൻ പോയി, ഭരതനാട്യം, അരങ്ങേറ്റം, അങ്ങനെ എന്തൊക്കെ പ്രോഗ്രാംസ് ആയിരുന്നോ. മിസ് ഭയങ്കര ഹാപ്പിയാ. എല്ലാ മിസ്സുമാരും ഭയങ്കര ഹാപ്പിയാ കേട്ടോ. ഞങ്ങളെ മക്കളൊക്കെ അടിപൊളിയായിട്ടാണ്, പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് 2 മാസത്തെ വെക്കേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. കളിക്കാൻ മാത്രമല്ല, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും വെക്കേഷൻ എന്തൊക്കെ ചെയ്തേ? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്തോ? ബ്ലാക്ക് ഹാർട്ട് ആണല്ലോ തീർത്ത. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഈ വെക്കേഷൻ എന്തൊക്കെ ചെയ്തു? ആരെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്തോ? ഓക്കെ, എല്ലാവരും ക്ഷീണത്തിലാണോ? അരങ്ങേറ്റം ഉണ്ടായിരുന്നു. ശ്രദ്ധ. ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. വേറെ ആരൊക്കെയെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നടന്ന? ട്രിപ്പൊക്കെ പോയല്ലേ? അടിച്ചു പൊളിച്ചില്ലേ? ട്രിപ്പൊക്കെ പോയില്ലേ? പോയോ? കൊറേ പേര് പോയില്ല? കുഴപ്പമില്ല ദേവഭദ്ര, നമുക്ക് നമ്മുടെ ക്ലാസ് തന്നെ ഒരു ട്രിപ്പ് ആക്കി പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, പോയില്ല. ട്രിപ്പ് വിത്ത് കസിൻസ്. ഗുഡ് റൈറ്റ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
ഡാൻസ് പ്രോഗ്രാം ആൻഡ് ന്യൂ ഡൽഹി ട്രിപ്പ്. മൈ ഗോഡ് ആരോ സൂപ്പർ. യെസ് മാം, സുഖം, ഭയങ്കര സുഖം. ഓക്കെ, എല്ലാവരും ക്ലാസ്സസ് ഒക്കെ എങ്ങനെ പോയി? ക്ലാസ് ഒക്കെ എങ്ങനെ പോയി? ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ജൂൺ 1 പരിസ്ഥിതി ദിനോ എല്ലാം കഴിഞ്ഞു. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മീറ്റ് ചെയ്തത് അല്ലേ? നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ജൂൺ 1 ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുറേ പേർക്ക് ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ? എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയോ? വയനാട്, തിരുവനന്തപുരം എവിടേക്ക് പോയി? Miss, today is my birthday. Advaita, happy birthday to you. Okay? Good evening, ma'am. Okay, thank you. Good evening. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. നമ്മൾ കുറെ നാള് കഴിഞ്ഞിട്ട് കാണും. മിസ് ഭയങ്കര ഹാപ്പി ആട്ടോ. നമ്മൾ കുറെ പേര് ഇന്നാ മീറ്റ് ചെയ്യുന്നത് അല്ലേ? അല്ലേ? ഓക്കെ, സെറ്റ് ആണോ? ഇപ്പൊ ഞാൻ ഗ്രീൻ ഹാർട്ട് തരാൻ പറഞ്ഞില്ലേ ബേസിക് സയൻസ് ഇഷ്ടമുള്ളവർക്ക് റിയാക്ഷൻ ആയിട്ട് ബേസിക് സയൻസ് ഇഷ്ടമുള്ളവർ ഹാർട്ട് തരാൻ പറഞ്ഞില്ലേ, ഗ്രീൻ ഹാർട്ട്. അതിൽ കുറച്ച് പേര് ബ്ലാക്ക് ഹാർട്ട് തന്നിട്ടുണ്ടായിരുന്നു, മിസ് കണ്ടു കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾ നോക്കിക്കോ. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ ബ്ലാക്ക് ഹാർട്ടുകാർ പോലും ഗ്രീൻ ഹാർട്ട് കമന്റ് ചെയ്യുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ബേസിക് സയൻസ് ഇഷ്ടപ്പെടും. എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ. അദ്നനെ, ആലിയ, എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ. അല്ല, എല്ലാ കളറും ഉണ്ടല്ലോ ഹാർട്ടിന്. എന്താ എല്ലാത്തിനും സെന്ററിലാണെന്നാണോ? ആണോ? ധ്യാൻ വേദേ, ക്യാമറ ഓൺ ആക്കൂ. എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ. എല്ലാവരും കാണട്ടെ. മിസ് എല്ലാവരും കാണട്ടെ. എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ. ശിവഗംഗ, എൽവിയ, എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ. ധ്യാൻ വേദ്, എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ. എല്ലാവരും ക്യാമറ ഓൺ ആക്കൂ. ആ, എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ. ക്യാമറ ഓൺ ആക്കിക്കോളൂ മോനെ. ഹെഡേക്ക് ആണെങ്കിലും ക്യാമറ ഓൺ ആക്കി വെക്കുന്നത് തെറ്റ് കിടന്നുകൊണ്ട് കണ്ടാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ക്യാമറ ഓൺ ആക്കിക്കോ. മിസ് ഇനി അറിയില്ലല്ലോ മോൻ ശ്രദ്ധിക്കുന്നുണ്ടോന്ന്, അതിന് വേണ്ടിട്ടാട്ടോ ക്യാമറ ഓൺ ആക്കിക്കോളൂ. എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ. എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ. വേഗം വേഗം വേഗം, ക്ലാസ് തുടങ്ങാറേ. അസിയ, ക്യാമറ നേരെ വെക്കും മോനെ. ഓക്കെ, എല്ലാവരും എല്ലാവരും ക്യാമറ ഓൺ ആക്കൂട്ടോ. നമുക്കപ്പൊ തുടങ്ങണ്ടേ നമ്മുടെ ക്ലാസ്? ആ, ഓക്കെ, കിടന്നോളൂ, വൈകിൽ കിടന്നോളൂ. ക്യാമറ ഓൺ ആയിരിക്കണം കേട്ടോ. നമുക്ക് കാണണ്ടേ ക്ലാസ്? ഓക്കെ, അരുന്ധതി എന്താണ് പറയാനുള്ളേ? ഹായ്. അതെ അതെ അതെ, കുറച്ചു പേര് ക്ലാസ് ടീച്ചർ. ഹായ്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഓക്കെ, നമ്മുടെ ക്ലാസ് തുടങ്ങാണേ. എല്ലാവരും റെഡി ആയിരുന്നോ? എല്ലാവരോടും മിസ് പറയുന്ന കാര്യ, എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യം തന്നെ ഇവിടെയും പറയുന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഓക്കെ, കഷ്ടപ്പെട്ട് പഠിക്കരുത്, എൻജോയ് ചെയ്ത് പഠിക്കുക. നമ്മൾ സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മുടെ ചുറ്റിനും ഒബ്സർവ് ചെയ്ത് പഠിക്കാവുന്ന മാത്രമേ ഉള്ളൂ മക്കളെ. അല്ലാണ്ട് കഷ്ടപ്പെട്ടൊന്നും പഠിക്കാൻ, മനപ്പാട് പഠിക്കാനൊന്നുമില്ല. ബൈ ഹാർട്ട് പഠിക്കരുത്, ബൈ ഹാർട്ട് പഠിക്കണം. ഓക്കെ, മനസ്സിലാക്കി പഠിക്കണം, കാണാപ്പാടം പഠിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? എല്ലാവരും സെറ്റ് ആണോ? നമ്മൾ തുടങ്ങുവാ നമ്മുടെ സയൻസ് ക്ലാസ്. യെസ് യെസ്, അക്ഷയ മിസ്, ഞാനാണത്. ഓക്കെ, എല്ലാവരും തുടങ്ങുമല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ? ഓൺ ആവുന്നില്ലല്ലോ. എല്ലാവരും ക്ലാസ്സിലൊക്കെ പോയി ക്ഷീണിച്ചിരിക്കുകയാണോ? കമന്റ്സ് ഒന്നും ഇല്ലല്ലോ. എന്താണ് കമന്റ്സ് ഒക്കെ ഭയങ്കര കുറവാണല്ലോ. ഒരു ഉഷാറില്ലാത്ത പോലെ പിള്ളേർക്ക്. എന്ത് പറ്റി മക്കൾക്കൊക്കെ ക്ലാസ്സിൽ പോയിട്ട്? ഓ, സാറ്റർഡേ അല്ലേ, അതായിരിക്കും. സാറ്റർഡേ. ഓ, ഇത് സാറ്റർഡേ അല്ലേ, ക്ലാസ് പോലും ഉണ്ടായിരുന്നില്ല അല്ലേ? ആർക്കും ക്ലാസ് ഉണ്ടായിരുന്നു? എന്നിട്ട് എല്ലാവരും ഒരു വയ്യാത്ത മറ്റുള്ളാളോ ഇരിക്കുന്നേ. എല്ലാവരും വയ്യാത്ത പോലെയാണോ ഇരിക്കുന്നേ? എന്ത് പറ്റി? യെസ് 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 ദേവഭദ്ര, യെസ്. എന്ത് പറ്റി? എല്ലാവരും സെറ്റ്
പോലെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ പ്രശ്നങ്ങളും ആ ടെൻഷൻസ് ഒക്കെ മാറ്റി വെച്ച് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. സെറ്റാണോ? എല്ലാവരും സെറ്റല്ലേ? ഒരു റിയാക്ഷൻ ഒക്കെ തന്നെ മക്കളെ. ഓക്കെ ഓക്കെ, സാറ്റർഡേ അല്ലേ, സെറ്റാണ്. 8:30 വരെയില്ലേ? ഓക്കെ, സെറ്റല്ലേ? ആ സെറ്റാണ്, ഓഫ് കോഴ്സ് സെറ്റാണ്. എന്റെ മക്കളൊക്കെ സെറ്റാണ്. നമ്മുടെ ആദ്യത്തെ പാഠം ടുവാർഡ്സ് എ 100-fold yield. എന്താ? 100 മേനി വിളയിക്കാം. എന്താണ്? എന്തിനെ കുറിച്ചായിരിക്കും? എന്തിനെ കുറിച്ചായിരിക്കും? വേഗം പറ, വേഗം പറ, എല്ലാവരും പറ. എന്തിനെ കുറിച്ചായിരിക്കും? എന്തിനെ കുറിച്ചായിരിക്കും? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ ആരിഷ്? വെജിറ്റബിൾസ്, യെസ്, കൈൻഡ് ഓഫ്. എന്നാലും ഒരു വാക്ക് അതിനെ സംബന്ധിച്ച് തന്നെ ഉണ്ടാവില്ലേ? എന്തിനെ കുറിച്ചായിരിക്കും? ആ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ എന്തെങ്കിലും മനസ്സിലാവുണ്ടോ? യെസ്, അഗ്രികൾച്ചർ. യെസ്, അഗ്രികൾച്ചറിനെ കുറിച്ചാണ്, പ്ലാന്റ്സിനെ കുറിച്ചാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഈൽഡിനെ കുറിച്ചാണ്, ഫാമിംഗ് ആൻഡ് ഈൽഡ്. ഓക്കെ, ക്ലാസ്സിൽ എവിടേക്ക് എത്തിയിട്ടുണ്ട് ബേസിക് സയൻസ്. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഈൽഡ് മീൻസ് വിളവ്. ഓക്കെ, ഈൽഡ് മീൻസ് വിളവ്. അഗ്രികൾച്ചർ, യെസ് യെസ് യെസ്. ആരതിങ്സ്, ഈ പ്രാവശ്യം ഞാനാണ് സയൻസ് ടീച്ചർ. ഓക്കെ 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 അല്ലേ? എല്ലാവരും സെറ്റ് അല്ലേ? നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ കിടക്കാണ്. എല്ലാവരുടെ വീട്ടിൽ മരങ്ങളുണ്ടോ? അസിയ പറ, വീട്ടിൽ എന്തൊക്കെ മരമുണ്ട്? എന്തുണ്ട്? ഓക്കെ ഓക്കെ. ഞാൻ അതാണ് ഇങ്ങനെ ആലോചിക്കുന്നത്, എന്താണ് ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എന്തു പറ്റി? അപ്ഡേറ്റ് ചെയ്തായിരുന്നോ? അപ്ഡേറ്റ് ഒക്കെ ചെയ്തതാണോ സൂം? ഓക്കെ, അപ്പൊ എന്താ വരാത്തെ? ഓക്കെ ഓക്കെ കേട്ടോ, ട്രൈ ചെയ്ത് നോക്കേ. അപ്പൊ എന്തെങ്കിലും എററൊക്കെ ആയിരിക്കും നെറ്റിട്ട്, അത് മാറും കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ മാവുണ്ടെന്ന് പറഞ്ഞല്ലേ? മാവുണ്ടെന്ന് പറഞ്ഞില്ലേ അസീപ്പോ? മാവുണ്ടെന്ന് പറഞ്ഞു. രേവതി കുട്ടീന്റെ വീട്ടില് മാവുണ്ടോ? ഉണ്ടല്ലേ. ഒരു മാവ് നമ്മൾ പുതിയതായിട്ട് നടുക. ഓക്കെ, ഇനി നമ്മളൊരു പുതിയ മാവ് അങ്ങ് നടുക. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെ ഗോളാണ് വേണ്ടത് ആ മാവിന്? ഗോളാണ് വേണ്ടത്. എന്തൊക്കെയാണ് ഗോൾസ്? ഇഷ്ടം പോലെ മാമ്പഴം കിട്ടണമല്ലേ? ഇഷ്ടം പോലെ മാമ്പഴം കിട്ടണം അല്ലേ? should get lot of mangoes അല്ലേ? അല്ലേ? പിന്നെ എന്താ ഗോളുള്ളേ? തണലല്ല, നമുക്ക് ആ മാവിൽ നിന്ന് എന്തൊക്കെ കിട്ടണം അതാണ് ചോദ്യം. ഓക്കെ, എന്ന് മാവ് നടുവാണ്. ഒരു 50 വർഷം കഴിഞ്ഞിട്ട് കഴിച്ചാ മതിയോ? അപ്പോഴേക്കൊക്കെ ഷുഗർ വരില്ലേ നമുക്ക്? അപ്പൊ പെട്ടെന്ന് തന്നെ ഈൽഡിങ് കിട്ടണം അല്ലെ? മസ്റ്റ് സ്റ്റാർട്ട് ഈൽഡിങ് അറ്റ് ദി ഏർലിയസ്റ്റ്. പെട്ടെന്ന് ഈൽഡ് കിട്ടണ്ടേ? ഓക്കെ. പിന്നെ
മാംഗോ പച്ചവെള്ളം പോലെ ആയാൽ മതിയോ? പഴുത്താലും പച്ചവെള്ളം പോലെ പുളിയൊക്കെ അങ്ങനത്തെ മാംഗോ ആണോ വേണ്ടത്? നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ വേണം അല്ലേ? മാംഗോ ഷുഡ് ബി സ്വീറ്റ്. വെരി ഗുഡ്. ഓക്കെ, വിളവ് നേരത്തെ കിട്ടണം. ദേ ആൻസേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് കേട്ടോ. നല്ല കുട്ടിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, പിന്നെ ഇതൊക്കെ ആണ് നമുക്ക് വേണ്ട ഗോൾ അല്ലേ? ഇതൊക്കെയാണല്ലേ ഗോള് അല്ലേ? അല്ലേ? ഒരു മാംഗോ നടുമ്പോ ഇതൊക്കെയല്ലേ ഗോള്? ഐ ലൈക്ക് പച്ചമാംഗോ. യെസ്, ഐ ലൈക്ക്. ഓക്കെ, മാംഗോ മസ്റ്റ് ബി ഫ്രഷ്. മാവ് തരുമ്പോ ഉള്ള ഗോളാണ്. ഓക്കെ, മാംഗോ മസ്റ്റ് ബി സ്വീറ്റ് ആയിരിക്കണം. ഓക്കെ, ചാപ്റ്റർ നെയിം ഒന്നും കൂടി ഷോ ചെയ്യുമെന്ന് ചോദിച്ചു അല്ലേ? ഒന്നും കൂടി കാണിച്ചു. ഇതാണ് ചാപ്റ്റർ നെയിം. ആരെങ്കിലും എഴുതാത്തവരുണ്ടെങ്കിലും എഴുതിയെടുത്തോളൂ. എഴുതിയെടുത്ത് കഴിഞ്ഞോ? സെറ്റാണോ? മീഡിയം മാംഗോ സ്വീറ്റ് +1 അതാണോ ഫേവറേറ്റ്? അതാണോ ഇഷ്ടം? എനിക്കും ഇഷ്ടമാണ് സ്വീറ്റ് ആൻഡ് സ്വർ ആയിട്ടുള്ള. പക്ഷെ എന്നാലും സ്വീറ്റ് ആയിട്ടുള്ളതല്ലേ നമുക്ക് വേണ്ട ഏറ്റവും. മാമ്പഴം പഴുത്തതാവുമ്പോ അല്ലേ? യെസ്, ഹെഡ് കേക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് എഴുതിക്കോളൂ. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, സെറ്റ് അല്ലേ? എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ മക്കളെ, എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ. ഹായ് ജോയൽ, വി മീറ്റ് അഗൈൻ, റൈറ്റ്? ഹായ്. എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? സെറ്റ് അല്ലേ? യദുനന്ദ എന്താണ് അങ്ങനെ തിരിച്ചിരിക്കുന്നത്? എന്നിട്ട് നീ എന്താ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നേ? എന്താ അങ്ങോട്ട് ടിവിയിലാണോ ക്ലാസ് നോക്കുന്നേ? ഓക്കെ, വെരി ഗുഡ്. പക്ഷെ മോൻ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് മിസ്സിന് മനസ്സിലാവുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, ചോദിച്ചോ. ഓക്കെ, പിന്നെ ഞാൻ എന്നാ പിന്നെ എല്ലാവരും ആൻസർ ചെയ്യാൻ റെഡി ആയിരിക്കാന്ന് മനസ്സിലായി എനിക്ക്. എല്ലാവരും റെഡി ആയിരിക്കല്ലേ? അപ്പൊ പിന്നെ മിസ് ചോദിക്കട്ടെ. Our goals while cultivating fruits, vegetable or cereal too. ഇത് തന്നെയാണോ നമുക്ക് വേണ്ട ഗോൾസ്? വെജിറ്റബിളും സീരിയൽസും ഫ്രൂട്ട്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഗോൾസ് ഇതൊക്കെ തന്നെയാണോ? യെസ്. മിസ്സിന്റെ വീട് എവിടെയാണ്? മിസ്സിന്റെ വീട് മണ്ണുത്തി തൃശ്ശൂരാണ് മക്കളെ. പക്ഷെ ഒരു മിക്സപ്പ് വിത്ത് എറണാകുളം കൂടി ഉണ്ടാവും. രണ്ടിന്റെ ഒരു മിക്സപ്പാ. അതുകൊണ്ട് സ്ലാഗിൽ കുറച്ച് കൊളാബ്രിക്കേഷൻ ഉണ്ടോ. ഓക്കെ, ഇത് തന്നെയാണോ വേണ്ടത്? ആരും ഉത്തരം പറയട്ടെ. യെസ് തീർത്ത, യെസ് നീരവ്, യെസ് ആരുഷ്, യെസ്. എല്ലാവരും യെസ് പറയാം. ആണല്ലേ? ആരെ കൊണ്ട് പറയാൻ പറ്റും എന്തൊക്കെയാണ് ഗോൾസ് എന്ന്? അതിനെ പറയും. എന്തൊക്കെയാണ് ഗോൾസ്? നമ്മൾ ഡിസ്കസ് ചെയ്ത ഗോൾസ് ഏതൊക്കെയാ? മാംഗോയുടെ മാത്രല്ല, നമ്മളിപ്പോ വെജിറ്റബിളും സീരിയലും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോ ഇത് ഗോൾസ് തന്നെയാണോ വേണ്ടത്? അല്ലേ? ആണോ? അല്ലേ പാടുന്നോ? ഓക്കെ, ആണോ വേണ്ടത്? ഉറപ്പിച്ച് പറ. യെസ് ഓർ നോ?
ആണല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ആ ഗോൾസ് മിസ് നേരത്തെ പറഞ്ഞത്? ആ, ഷുഡ് yield ക്വിക്ക്ലി, പെട്ടെന്ന് വിളവ് കിട്ടണം. യെസ്. പിന്നെ തണലോ? നമ്മള് വേറെ രണ്ടെണ്ണം കൂടി പറയായിരുന്നു. ഒരു എന്നാ ഓക്കെ, അജ്ഞനൊരു മാവ് നടുവാണ്. ഓക്കെ, മാവ് വേണ്ട, പ്ലാവ് തന്നെ ആയിക്കോട്ടെ. ഇനി മാവ് 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 വേണ്ട, എന്നാ പ്ലാവ് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, നടുകയാണ്. ഓക്കെ, ഒരുപാട് വിളവ് കിട്ടണ്ടേ? 1-2 ചക്ക കിട്ടിയാ മതിയോ? പോരല്ലോ, ഒരുപാട് കിട്ടണോ അല്ലേ? 1-2 കിട്ടിയാലും കാര്യമില്ലല്ലോ. പിന്നെന്താ പ്രത്യേകത വേണ്ടേ? പെട്ടെന്ന് വിളവ് കിട്ടണം എന്ന് പറഞ്ഞല്ലേ? ഒരുപാട് കിട്ടണ്ടേ ഈ വിളവ്? 1-2 ചക്ക കിട്ടിയാ മതിയോ ഒരു സീസണില്? ആ, ഓക്കെ. മസ്റ്റ് yield plenty, ഒരുപാട് വിളവ് കിട്ടണം. ഓക്കെ, yield should have good quality, നല്ല ക്വാളിറ്റി ആവണ്ടേ? ചക്ക കൊള്ളൂലാത്ത ചക്ക ആയാൽ മതിയോ? ടേസ്റ്റ് ഇല്ലാത്തൊരു കൊള്ളൂല്ലാത്ത ചക്ക, അതേപോലെ തന്നെ പുഴുവൊക്കെ കുത്തി നശിച്ചു പോയ ചക്ക മതിയോ? ആ, നല്ല ക്വാളിറ്റി ഉള്ള ചക്ക വേണം അല്ലേ? yield should have good quality, നല്ല ക്വാളിറ്റി വേണം. ഓക്കെ, വെരി ഗുഡ് ട്ടോ. ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഓക്കെ, റൈറ്റ് ചെയ്യണോ? യെസ്, റൈറ്റ് ചെയ്തോളൂ കേട്ടോ. അവർ ഗോൾസ് വൈൽ കൾട്ടിവേറ്റിംഗ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ഓർ സീരിയൽ ടു. ഓക്കെ, രേവതിക്ക് ഡൗട്ട് ആണോ? ഓക്കെ ഓക്കെ, എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ, ഫാത്തിമ ഡൗട്ട് ആണോ? ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയോ? സൗണ്ട് ക്ലിയർ അല്ലല്ലോ മോനെ, ഒന്നുകൂടി പറയോ? എന്തോ കട്ടായി കട്ടായി കേൾക്കുന്ന. ആ, ഇത് ക്വസ്റ്റ്യൻ ആണ്. അവർ ഗോൾസ് വൈൽ കൾട്ടിവേറ്റിംഗ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ഓർ സീരിയൽസ് ടു. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അതെന്തെങ്കിലും എറർ ആയിരിക്കും, നോക്കാം കേട്ടോ. എല്ലാരും എഴുതിയെടുത്തോളൂ. ശ്രദ്ധ എഴുതിയോ? ഡൗട്ട് ആണോ? നിർബന്ധമില്ല, പക്ഷെ എന്നാലും നമ്മുടെ നോട്ടിൽ എഴുതിയാ പെട്ടെന്ന് മറിക്കുമ്പോ കാണാലോ ക്ലാസ്സിൽ അത് എടുത്തിരുന്നു. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ ദിവസം എന്താ എടുത്തേന്ന് വെച്ച് മറിച്ച് നോക്കുമ്പോ പെട്ടെന്ന് നോക്കുമ്പോ മനസ്സിലാവുമല്ലോ. അതിനു വേണ്ടി എഴുതിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? എല്ലാവരും എഴുതിയില്ലേ? എല്ലാവരും എഴുതിയോ? എഴുതി കഴിഞ്ഞോ? ഒരു ഡൺ തംസ് അപ്പ് ഇട്ടേ എല്ലാവരും. ഓക്കെ, ഇതിൽ ഹാൻഡ് റൈസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ, തംസ് അപ്പ് കമന്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, എല്ലാവരും തംസ് അപ്പ് ഒക്കെ വന്നോണ്ട് തുടങ്ങി. ആരെങ്കിലും തീരാത്തുണ്ടോ? തീർന്നിട്ടില്ല. ഫൈഹ ഖദീജന്റെ തീർന്നിട്ടില്ല. റിയാക്ഷൻ ഓപ്ഷൻ കാണുന്നില്ല. മിസ്സിസ് സോ ക്യൂട്ട്, താങ്ക് യു, സോ കോംപ്ലിമെന്റ്, താങ്ക് യു. ഞാൻ വേദെന്ത് പറ്റി? ക്യാമറ ഓൺ അല്ലല്ലോ. ദേവസൂര്യ, റോവൻ, എല്ലാവരും ക്യാമറ ഓഫ് ആണല്ലോ, എന്ത് പറ്റി?
അപ്പൊ എല്ലാവരുടെ ഏകദേശം കഴിഞ്ഞല്ലോ. ഇനി തീരാത്തവര് ഓക്കെ, ഇനി തീരാത്തവര് ഒന്ന് ലാസ്റ്റിക്ക് ബാക്ക് ഔട്ട് ചെയ്ത് നിന്നാ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, സെറ്റല്ലേ? 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 ടീച്ചർ ആൻഡ് സ്വീറ്റ്, താങ്ക് യു. ഓക്കെ ഓക്കെ, ഇതൊക്കെ വേണം. സെറ്റ് സെറ്റ് സെറ്റ്, ഇതൊക്കെ വേണം മിസ്സേ. എനിക്ക് നല്ല വിളവ് വേണം, പെട്ടെന്ന് വിളവ് വേണം, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ വേണം മിസ്സേ. അപ്പൊ പിന്നെ വെറുതെ മാവിനോട് വളരാൻ പറഞ്ഞാൽ വളരോ? 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 അല്ലെങ്കിൽ പറ നോ. യെസ്, നോ, യെസ് യെസ് യെസ്, നെഹി. ഓക്കെ, ഹിന്ദി ക്ലാസ്സിന്റെ ഹാങ് ഓവർ ആണോ? ഓക്കെ, താങ്ക് യു. വളരുവോ? വെറുതെ വളരുവോ? വളരുവോ? ഇല്ലല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? What things are to be taken care of get better yield. Better yield കിട്ടാൻ വേണ്ടി നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണത്? ആരെ കൊണ്ട് പറയാൻ പറ്റും? താങ്ക് യു. ആരെ കൊണ്ട് പറയാൻ പറ്റും? എഴുതാം, നമുക്ക് എഴുതാം. ആദ്യം ജസ്റ്റ് മിസ് പറയണത് ക്ലാസ് കേൾക്കുക, അത് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. മിസ് ടൈം തരാം. അല്ലെങ്കിൽ മക്കൾക്ക് ശ്രദ്ധിക്കില്ല. ഓക്കെ, പിന്നെ പിന്നെ ഡൗട്ട് വരും. ഓക്കെ, ആരെ കൊണ്ട് പറയാൻ പറ്റും? ആരെ കൊണ്ട് പറയാൻ പറ്റും? ദിവാന പറയൂ. പറഞ്ഞോളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വെള്ളം കൊടുക്കണം, ഇറിഗേഷൻ. ഓക്കെ, ഇറിഗേഷൻ. ഓക്കെ, പിന്നെ നല്ല വളമുള്ള മണ്ണ് വേണം അല്ലേ? വളക്കൂറുള്ള മണ്ണ് വേണം. അല്ലെങ്കിൽ വളമൊന്നുമില്ല, ന്യൂട്രിയൻസ് ഇല്ലാത്ത മണ്ണാണെങ്കിൽ ശരിക്കും വളരാൻ പറ്റുമോ? ന്യൂട്രിയൻസ് വേണ്ടേ? ഫെർട്ടൈൽ സോയിൽ, വെരി ഗുഡ്. ഇനി സൺലൈറ്റ് വേണം, അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്. നല്ല സൺലൈറ്റ് വേണം. നമ്മൾ പഠിച്ച് 7ലും മീൻസ് 6ലും 5ലും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? 6, 5ലൊക്കെ പഠിച്ചിട്ടില്ലേ? നല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ഒരു സീഡിന് വളരാനായിട്ട് എന്താ? സൺലൈറ്റ്. സൺലൈറ്റ് വേണം അല്ലേ? വെരി ഗുഡ്. പിന്നെ എന്താ മോനെ? ഓക്കെ, പ്രോപ്പർ മാനുവറിങ്. നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കണം, മാനുവർ ഒക്കെ കൊടുക്കണം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഗുഡ് ക്വാളിറ്റി ഉള്ള സീഡ് വേണം. നെക്സ്റ്റ്, ഇത് കഴിഞ്ഞല്ലേ? സ്കൂളിൽ കഴിഞ്ഞല്ലേ ഇതൊക്കെ? എനിക്ക് തോന്നി നമ്മൾ അങ്ങോട്ട് കിടക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ക്വാളിറ്റി ഉള്ള സീഡ് വേണം. ശരി, ഇനി അടുത്തത് ഏത്? വെള്ളം ഒഴിക്കണം. അത് ഇറിഗേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല, വെരി ഗുഡ് കേട്ടോ. നല്ല കുട്ടി, നല്ല കുട്ടി. പിന്നെ ആര് പറയും? വേറെ ആര് പറയും? ഒരു മിനിറ്റ്. ഓക്കെ, പറഞ്ഞോളൂ. ഇത് തന്നെ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പറഞ്ഞോളൂ. വേറെന്താ വേണ്ടേ? ഇതൊന്നും അല്ലാതെ വേറെ എന്താ വേണ്ടേ? പറഞ്ഞോളൂ. ഹാൻഡ് റൈസ് ചെയ്ത് ഞാൻ കണ്ടു. അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, പ്രോപ്പർ ഇറിഗേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു. വെരി ഗുഡ്. പ്രോപ്പർ മാനുവറിങ്. ഓക്കെ, വെരി ഗുഡ്. പെസ്റ്റ് കൺട്രോൾ വായിക്കുവാണല്ലേ? പെസ്റ്റ്
ആ കീടങ്ങള് പറ്റില്ല കീടങ്ങൾ കീടങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കഴിക്കേണ്ട നമ്മുടെ ഈൽഡൊക്കെ കീടങ്ങൾ കൊണ്ടുപോയില്ലേ, നശിപ്പിക്കില്ലേ, അതൊക്കെ കൺട്രോൾ ചെയ്യണം. വെരി ഗുഡ്. പിന്നെ വീഡ് കൺട്രോൾ എന്താണ്? fertile soil, ആ ഫെർട്ടൈൽ സോയിൽ. വെരി ഗുഡ്. availability of sunlight, അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ. യെസ്. climate, suitable climate, ആ സ്യൂട്ടബിൾ ക്ലൈമറ്റ് കണ്ടീഷൻ. ഓക്കെ, അതെന്താ? തക്കതായ climate. ആ അതിന് തക്കതായ ക്ലൈമറ്റ് ആണ്. നമ്മളൊരു ചെടി നട്ടു, അതിന്റെ പിറ്റേ ദിവസം നല്ല നട്ടപ്പറ വെയില്, ചെടി കരിഞ്ഞു പോയില്ലേ, അല്ലെങ്കിൽ നല്ല മഴ, ചെടി മുങ്ങിപ്പോയില്ലേ, നശിച്ചു പോയില്ലേ. അപ്പൊ അതിനനുസരിച്ചുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻ ആയിരിക്കണം. വെരി ഗുഡ്. പിന്നെ ഒരെണ്ണം കൂടി. Weed control, യെസ്, വീഡ് കൺട്രോൾ. എന്താണ് വീഡ് കൺട്രോൾ? അതെ, എന്നാലും വീടല്ല. വീട് എന്ന് പറഞ്ഞാൽ വീടല്ല കേട്ടോ. വീട് എന്ന് പറഞ്ഞാൽ കിളകൾ ഉണ്ടാവും അല്ലെ ചെടിക്ക് ചുറ്റിനും, ഇങ്ങനെ പുല്ലൊക്കെ വരും അല്ലേ, പുല്ലൊക്കെ വരില്ലേ ചെടിക്ക് ചുറ്റിനും. അതൊക്കെ പറിച്ചു കളഞ്ഞ് അത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ചെടിക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസും അതേപോലെ വെള്ളമൊക്കെ പുല്ല് വലിച്ചോണ്ട് പോകും. ആ ഓക്കെ, വെരി ഗുഡ്. നല്ല കുട്ടി കേട്ടോ. ക്ലാസ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. പിന്നെ അപ്പൊ ഇത് ഉത്തരം പറയാനാണോ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നേ? എന്നാ ധ്യാൻ പറയും. ഓക്കെ, ധ്യാൻ പറയും. സംശയാണോ ഉത്തരാണോ? സംശയം ചോദിച്ചോ. ആ വീഡ് കൺട്രോൾ പറഞ്ഞു. ആ വീട് എന്ന് പറഞ്ഞ കിള. ഓക്കെ, കിള എന്താന്നറിയില്ലേ മോന്? നമ്മുടെ ചെടിക്ക് ചുറ്റും കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ വരുമല്ലേ. ആ പുല്ലുകള് നമ്മള് ചെടിക്ക് കൊടുക്കുന്ന വളവും അതേപോലെ തന്നെ വെള്ളമൊക്കെ വലിച്ചെടുക്കും. അപ്പൊ നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് വളരാൻ പറ്റുമോ? ആ ഇല്ല. അപ്പൊ വീഡ് കൺട്രോൾ ചെയ്യണ്ടേ, അതിന് നോക്കണ്ടേ, പുല്ലൊക്കെ പറിച്ചു കളയണ്ടേ. അതാണ് ഈ വീഡ് കൺട്രോൾ. ഇതേ ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതേ ഡൗട്ടുള്ള ഉള്ളവരുണ്ടെങ്കിൽ ഹാൻഡ് ഡൗൺ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അരുന്ധതിക്ക് ഡൗട്ട് എന്താണ്? പറഞ്ഞോളൂ. ആൻസർ പറയാനാണോ? ഓക്കെ, എന്നാ പിന്നെ ഒരാളും കൂടി ആൻസർ പറയട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാൻ നല്ല കുട്ടികളായിട്ട്. എന്നാ പറഞ്ഞോളൂ, എന്തൊക്കെയാണ്? ഇറിഗേഷൻ. വെരി ഗുഡ്. proper manuring, വെരി ഗുഡ്. pest control, വെരി ഗുഡ്. weed control, വെരി ഗുഡ്. fertile soil, വെരി ഗുഡ്. availability of sunlight, വെരി ഗുഡ്. suitable climatic condition. വെരി ഗുഡ്. സ്യൂട്ടബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻ. നല്ല കുട്ടി കേട്ടോ. എല്ലാവരും ഇത് എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ. ഋത്വിക. ഓക്കെ, മോളുടെ പേരെന്ന് പറഞ്ഞേ? ഋത്തിക. ഓക്കെ, കറക്റ്റ് അല്ലേ? മിസ് പറഞ്ഞേ കറക്റ്റ് അല്ലേ? ഓക്കെ, എന്താണ് പറഞ്ഞോളൂ. ഡൗട്ട് ആണോ? ആ എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. കൂടെ എല്ലാവരും എഴുതിയെടുത്തോളൂ. ഓക്കെ, പറഞ്ഞോ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? കഴിഞ്ഞവർ ഫിനിഷ് ഇട്ടോളൂ കേട്ടോ കമന്റ് ബോക്സിൽ, അല്ലെങ്കിൽ ഒരു തംസ് അപ്പ് എന്തെങ്കിലും. ഓക്കെ, ഇറിഗേഷൻ. വെരി ഗുഡ്. പ്രോപ്പർ മാനുവറിംഗ്. വെരി ഗുഡ്.
വെരി ഗുഡ്. Availability of sunlight. Availability of sunlight. Suitable climate conditions. Suitable climatic conditions. Pest control. Pest control. വെരി ഗുഡ്. ഒന്നും കൂടി ഉണ്ടല്ലോ, എല്ലാവരും അതൊരെണ്ണം മിസ് ചെയ്ത് കളയുന്നുണ്ടല്ലോ, അതെന്താ? Weed control. യെസ്, വീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിലായോ? ഈ ചെടിക്ക് ഒരു ചെറിയതായ ഗ്രാസ്. ആ, ഗ്രാസ്. എന്താ അതിന് പറയാ, വേറെ പറയുമല്ലോ, കിളകൾ. ഓക്കെ. ആ, ചുറ്റും വരുന്ന പുല്ല്. മോൻ പറഞ്ഞത് ശരിയാട്ടോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കുട്ടിയായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഉത്തരം പറയാനുള്ളവരാണോ ഡൗട്ട് ചോദിക്കാനുള്ളവരാണോ? ഉത്തരം പറയാനുള്ളവരാണെങ്കിൽ ഹാൻഡ് ഡൗൺ ചെയ്തോളൂ. ഇനി ഡൗട്ട് ഉള്ളവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ. രേവതിക്ക് ഡൗട്ട് ആണോ? ചോദിച്ചോളൂ. ഞാൻ ഉത്തരം പറയുന്നു. ഓക്കെ, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, ശരി. ആൽവിക്ക് ഡൗട്ട് ആണോ? പെസ്റ്റ് കൺട്രോൾ എന്ന് വെച്ചാൽ കീടാണു. കീടാണു അല്ല, കീടൻ. അതായത് നമ്മളിങ്ങനെ പ്രാണികളും അങ്ങനത്തെ ഉച്ചകളും അങ്ങനെ ഒരുപാട് പെസ്റ്റുകളെ കണ്ടിട്ടില്ലേ, കുഞ്ഞു കുഞ്ഞു പെസ്റ്റുകളെ, പുടിപ്പുളി പോലത്തെ പ്രാണികളെയൊക്കെ, അത് നമ്മുടെ ചെടി നശിപ്പിക്കും. അപ്പൊ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യണ്ടേ? നമ്മുടെ ഈൽഡൊക്കെ, നമ്മുടെ തക്കാളിയൊക്കെ പുഴു കൊണ്ടുപോയാൽ ശരിയാവോ? ആ, അതാണ് പറയും. ഓക്കെ, സെറ്റില്ലേ? ഫിനിഷ്. എല്ലാവരുടെയും കഴിഞ്ഞു. മിസ് മാറ്റുവാണേ. എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്ത് ഡൗൺ ചെയ്തോളൂ കേട്ടോ, ഡൗട്ട് ഇല്ലാത്തവർ. ഓക്കെ, ഇതൊക്കെ ചെയ്തു മിസ്സേ, ഇതൊക്കെ ഞാൻ ചെയ്തു. എന്താ ഇറിഗേഷൻ, വെള്ളത്തിന് വെള്ളം, പെസ്റ്റ് കൺട്രോൾ, വീഡ് കൺട്രോൾ എല്ലാം ഞാൻ ശ്രദ്ധിച്ചു. എന്നിട്ടും എനിക്ക് ഈൽഡില്ല. എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? എല്ലാവരും ക്യാമറ ഓൺ ആക്കിയിരുന്നോളൂ. എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ദേവഭദ്ര എവിടെ പോയി? ആൽബി എവിടെ പോയി? എല്ലാവരും പോയോ? എന്തായിരിക്കും? ഉത്തരം പറയൂ. ആ, വിത്ത് കൊള്ളൂല. വെരി ഗുഡ് ഡിയ, വെരി ഗുഡ്. ഓക്കെ ഡിയ, വെരി ഗുഡ് ട്ടോ. വിത്ത് കൊള്ളൂല. ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? വിത്ത് നന്നാവണ്ടേ? നമ്മുടെ സീഡ് നല്ലതല്ലെങ്കിൽ പോയില്ലേ, എല്ലാം പോയി. യെസ് യെസ്. ഓക്കെ, വിത്ത് ഗുണം 10 ഗുണം എന്നാണ് അല്ലേ? അല്ലേ? ആ, സീഡ് നല്ലതാണെങ്കിൽ അല്ലേ പ്ലാന്റ് നന്നാവും. വെരി ഗുഡ് ആൻലിയ, വെരി ഗുഡ്. സീഡ് നന്നാവണ്ടേ? വിത്ത് ഗുണം 10 ഗുണം എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ട്, നീരവ് കേട്ടിട്ടുണ്ട്, റൈറ്റ് അല്ലേ? എല്ലാവരും കേട്ടിട്ടില്ലേ? ഷോൺ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും കേട്ടി. ഇല്ല, ദിയ ടി കേട്ടിട്ടില്ല. ആണോ? ദിയ ടി ഡി, സോറി, ദിയ, അത് മതി. കേട്ടിട്ടില്ല? യെസ്. ആ, വിത്ത് നന്നായി നമുക്ക് നല്ല മാങ്ങ അല്ലെങ്കിൽ ഒരു നല്ല ഫ്രൂട്ട് കിട്ടുള്ളൂ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും വെരി ഗുഡ് ട്ടോ. ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, അതൊരു പഴഞ്ചൊല്ലാണ്. ഓക്കെ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്. കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ കേട്ടല്ലോ, ഇപ്പൊ കേട്ടല്ലോ എല്ലാവരും. ആദ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലേ? നല്ലതാണ്. ഓക്കെ, ഈ സ്ക്രീനിൽ എന്താ കാണുന്നേ? ആര് പറയും? ഈ സ്ക്രീനിൽ എന്താ കാണുന്നേ? എന്താ കാണുന്നേ? ആ, വെരി ഗുഡ് എലിവ. ബിറ്റർ ഗാർഡ്. ബിറ്റർ ഗാർഡ് മാത്രമേ ഉള്ളൂ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ആ, ബിറ്റർ ഗാർഡിന്റെ പ്ലാന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ബിറ്റർ ഗാർഡിന്റെ പ്ലാന്റ്. ഓക്കെ, പ്ലാന്റ്
പ്ലാന്റില് ഇതെന്തായിരിക്കും അപ്പൊ ബിറ്റർ ഗാർഡിന്റെ പ്ലാന്റിന്റെ? യെസ്, ബിറ്റർ ഗാർഡ് ഫ്രൂട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ബിറ്റർ ഗാർഡിന്റെ ഫ്രൂട്ട് അല്ലേ? അപ്പൊ ഒക്കെ പോട്ടെ, ഒരു സീഡ് എവിടെ ഉണ്ടാവുക? ഈ ഞാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ എല്ലാവരും പറ, വേഗം പറ. ശ്രദ്ധിച്ചിരിക്കുന്നേ നോക്കട്ടെ. ഷോൺ പറ, ഒരു സീഡ് എവിടെ ഉണ്ടാവുക? സീഡ് ബിറ്റർ ഗാർഡിന്റെ ഉള്ളിൽ. ആ യെസ്, ഫ്രൂട്ടിന്റെ ഉള്ളിലാണല്ലേ സീഡ് ഉണ്ടാവുക. വെരി ഗുഡ്, വെരി ഗുഡ്. ഫ്രൂട്ടിന്റെ ഉള്ളിലാണ് സീഡ് ഉണ്ടാവുക. സീഡ് അല്ലേ? ഫ്രൂട്ടിന്റെ ഉള്ളിലല്ലേ സീഡ്? ഇത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ? ബിറ്റർ ഗാർഡിന്റെ സീഡ് കാണാത്തവരുണ്ടോ? ഇൻ ഫ്രൂട്ട്, യെസ്, ഇൻസൈഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? യെസ് യെസ് യെസ്, കണ്ടിട്ടില്ല? യെസ്, മീ ആലി കണ്ടിട്ടില്ല. ഓക്കെ, കണ്ടോളൂ, ഇതാണ് ബിറ്റർ ഗാർഡിന്റെ സീഡ്. ഓക്കെ, കാണാത്തവർ കണ്ടോളൂ, നല്ലോണം കണ്ടോളൂ. ഓക്കെ, ഞാൻ പണ്ടേ ഞാൻ പണ്ടേ കണ്ടിട്ടുണ്ടോന്നൊക്കെ. ഓക്കെ, അപ്പൊ പിന്നെ മിസ് ഒന്നും കൂടി ചോദിക്കട്ടെ. വേർ ആർ സീഡ്സ് ഫോംഡ്? എവിടെയാണ് ബട്ടിൻ സീഡ്? ഞാൻ പണ്ടേ ബട്ടിൻ ഫോൺ. ഓക്കെ, അപ്പൊ പിന്നെ മിസ് ചോദിക്കട്ടെ, വേർ ആർ സീഡ്സ് ഫോംഡ്? എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം തന്നെ. Okay, I eat better ground seed. Okay, okay. എല്ലാവരും കമന്റ് ബോക്സിൽ വേഗം വേഗം ഉത്തരം താ. എവിടെ നിന്നാണ് എന്താണ് ചോദ്യം? വേർ ആർ സീഡ്സ് ഫോംഡ്? എവിടെയാണ് സീഡ്സ് ഉണ്ടാവുന്നത്? ഓക്കെ ഓക്കെ, ഫ്രൂട്ട്. ഫ്രൂട്ടിലല്ലേ സീഡ്സ് ഉണ്ടാവുക? ഒരു പ്ലാന്റിന്റെ ഫ്രൂട്ടിലല്ലേ സീഡ്സ് ഉണ്ടാവുക? ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ മിസ് ചോദിക്കട്ടെ, നമ്മളൊരു സീഡ് സെലക്ട് ചെയ്യാൻ പോവാ ഒരു പ്ലാന്റിൽ നിന്ന്. ഓക്കെ, നമുക്കൊരു തക്കാളി ഫ്രം അതർ പ്ലാനറ്റ്സോ എന്താടാ പ്ലാന്റ്സ് ആണോ മോൻ ഉദ്ദേശിച്ചത്? ഓക്കെ, നമ്മളൊരു സീഡ് എടുക്കാൻ പോവാ, സെലക്ട് ചെയ്യാൻ പോവാ. ഇവിടെ ഉത്തരം വന്നു തുടങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, മനസ്സിലായി. സോറി, പ്ലാന്റ്സ്. ആ, അവിടെ ആൻസർ വന്നു തുടങ്ങി. സ്കൂളിലൊക്കെ ഇതൊക്കെ കഴിഞ്ഞു എന്നൊക്കെ അല്ലേ? മിസ് എന്താണ് സ്കൂളിലൊക്കെ കഴിഞ്ഞു? പാടില്ല, പാട്ട് പഠിക്കാതിന് മുമ്പ് പഠിക്കാൻ പാടില്ല. അതിന്റെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് കേട്ടോ, വെരി ഗുഡ്. പക്ഷേ അതിലൊരു ചെറിയ കറക്ഷൻ ഉണ്ട് മിസ്, അതിപ്പോ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ എൽവിയ? അതിൽ ചെറിയ കറക്ഷൻ ഉണ്ട്, മിസ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, കണ്ടോ? എല്ലാവരും കണ്ടോ? സ്ക്രീനിൽ കണ്ടോ? നമ്മളൊരു സീഡ് സെലക്ട് ചെയ്യാൻ പോവാണ് ഒരു പ്ലാന്റിൽ നിന്ന്. അതിനു വേണ്ടി ഒരു ഫ്രൂട്ട് എടുക്കാൻ പോവാണ്. ഓക്കെ, ദിസ് ഈസ് ടൊമാറ്റോ. യെസ്, ദിസ് ഈസ് ടൊമാറ്റോ. ഇത് എ, ഇത് ബി. ഓക്കെ, സോറി, ബി ജമ്പിച്ച് പോയി. ഓക്കെ, എ ബി. ഓക്കെ, രണ്ട് ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, രണ്ട് എന്താ? ടൊമാറ്റോ. യെസ് ദേവനാദാസ്, യെസ്. ക്ലാസ്സിൽ നമുക്ക് കഴിഞ്ഞല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് വെച്ചിട്ട് സ്പീഡിൽ പോവാം. ഓക്കെ, നമ്മൾ ഓക്കെ സീഡ് സെലക്ട് ചെയ്യാൻ പോവാം. നമ്മളപ്പോ എന്താണിത്? ഓക്കെ, ഇവിടെ ആൻസേഴ്സ് വന്നു തുടങ്ങി. ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, ആൻസേഴ്സ് ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ, ടൊമാറ്റോ. വെരി ഗുഡ്, ടൊമാറ്റോ ആണിത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു സീഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഫ്രൂട്ട് എടുക്കാൻ പോവാ. എയിൽ നിന്നാണോ ബിയിൽ നിന്നാണോ എടുക്കുക? ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ആരും അറിയും ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ദേവഭദ്ര എവിടെ പോയി? ദേവഭദ്ര, ഇറ്റ്സ് മീ. അതെ, ഉത്തരം അതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞത് ശരിയാവില്ലല്ലോ. ആ, കറക്റ്റ് ആണ്. ഓക്കെ,
ഇത് കറക്റ്റാണ് കറക്റ്റ്. ദേവഭദ്ര എവിടെ പോയി? ഇടയ്ക്കിടയ്ക്ക് കാണാണ്ടാവുന്നുണ്ടല്ലോ. ഇല്ല, എന്റെ ചോദ്യം കേട്ടില്ല. അപ്പോ എവിടെ പോയേക്കുമായിരുന്നു? ആ ഓക്കെ, എന്റെ ചോദ്യം ഇതാ. നമ്മളൊരു സീഡ് സെലക്ട് ചെയ്യാൻ പോവാ. അതിനു വേണ്ടി നമുക്ക് ഫ്രൂട്ട് വേണം. അപ്പൊ രണ്ട് പ്ലാന്റ്സ് കാണാനുണ്ട്, എയും ബിയും അല്ലെ? ഇത് തമ്മിൽ എന്താ ഡിഫറൻസ്? രണ്ടാമത്തെ പിക്ചറിൽ ടൊമാറ്റോ ആണ്. അതെ 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 അതെ. രണ്ടാമത്തെ പിക്ചറിലും ടൊമാറ്റോ ആണ്. വേറെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? വേഗം പറ. എന്ത് വ്യത്യാസം ഒന്നും കാണുന്നില്ല. ആ കളറില് വ്യത്യാസമുണ്ട്. ഓക്കെ. എ ഓർ ബി, എന്തെങ്കിലും ഡിഫറൻസ്? ആദ്യം ഇവിടെ ഉത്തരങ്ങൾ വന്നോണ്ടിരിക്കുക, ഡിയൊക്കെ ഉത്തരം പറഞ്ഞോണ്ടിരിക്കുക. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഓക്കെ പോട്ടെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ആര് പറയും? എന്നാ പിന്നെ ഇവിടെ ആൻസർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. എനിക്കിവിടെ ആൻസേഴ്സ് വന്നോണ്ടിരിക്കുന്നുണ്ട്. ആരെങ്കിലും പറയാത്തൊരാളെ വിളിക്കണ്ടേ? എല്ലാവരും ഒരേപോലെ എപ്പോഴും വിളിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എല്ലാവരും വിളിക്കണ്ടേ? നമുക്കൊന്ന് നോക്കാം. മിൻഹ പറഞ്ഞോളൂ. ഹായ്, ഹലോ, കേൾക്കുന്നു, പറഞ്ഞു. ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് കാണാനുണ്ടോ? യെസ്, വെരി ഗുഡ്. എയില് കുറെ yield ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, മിസ് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊക്കെ. ഓക്കെ, ബി പിക്ചറിലോ കുറച്ച് yield ഉള്ളു. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. അപ്പൊ നമ്മൾ സീഡ് എടുക്കാൻ വേണ്ടിട്ട് ഏത് പ്ലാന്റ് എടുക്കും? ഏത് പ്ലാന്റിൽ നിന്ന് എടുക്കും? എന്തുകൊണ്ട്? എല്ലാത്തിനും ന്യൂട്രിയൻസ് ഒരേപോലെ കിട്ടത്തില്ല. പക്ഷെ ഉത്തരം എ ആണ് കേട്ടോ. എന്തുകൊണ്ടാന്നറിയോ? കൊറേ yield വേണ്ടേ? കുറച്ച് yield മതിയോ? But B is colorful, I know. പക്ഷെ അതിൽ കുറച്ച് yield അല്ലേ ഉള്ളൂ, കുഞ്ഞു ടൊമാറ്റോസ് വേറെ അല്ലേ? കൺസെപ്റ്റ് മനസ്സിലായോ? നമുക്ക് ഒരുപാട് ടൊമാറ്റോസ് കിട്ടണ്ടേ? ഒന്ന് രണ്ടെണ്ണം കിട്ടിയാൽ മതി, കുറച്ച് കിട്ടിയാൽ മതിയോ? ഇപ്പൊ മിൻഹ ഒരു തക്കാളി ചെടി നടുവാണെങ്കിൽ മിൻഹയുടെ വീട്ടിലേക്കും അതേപോലെ പുറത്തേക്ക് വിൽക്കാനും അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നല്ലതല്ലേ? കുറച്ച് മതിയോ? അത് നമുക്ക് ഒരു കറിക്ക് പോലും ഇല്ലാത്തത് മതിയോ? ഇതാണോ വേണ്ടേ? അപ്പൊ അങ്ങനത്തെ ഒരു സീഡല്ലേ നമുക്ക് വേണ്ടത്, അല്ലേ? ആണോ? യെസ്, ഓക്കെ, ശരി. ഓക്കെ കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോളൂ. വെരി ഗുഡ്. ഓക്കെ, കൊറേ വേണം. എ ഇസ് കറക്റ്റ്. ഓക്കെ, യദുനന്ദൻ എന്ത് പറ്റി? യദുനന്ദൻ ക്വസ്റ്റ്യൻ ചോദിക്കാതെ തന്നെയാണോ? നമുക്ക് എല്ലാവർക്കും അവസരം കൊടുക്കണ്ടേ, അല്ലേ? അപ്പൊ ഇതിന് ഉത്തരം പറയാൻ നിന്നവരെല്ലാവരും ഹാൻഡ് ഡൗൺ ചെയ്തേ. ആൻസർ പറയാൻ നിന്നവരൊക്കെ ഹാൻഡ് ഡൗൺ ചെയ്തേ. സംശയമുള്ളവർ നിന്നോളൂ. ആൻസർ പറയാൻ നിന്നവരൊക്കെ ഹാൻഡ് ഡൗൺ ചെയ്തേ. സംശയമുള്ളവർ നിന്നോളൂ. സംശയാണോ? ജൈന, സോറി, പേരെന്താ മോളെ? ആ, നല്ല വെറൈറ്റി പേരാ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഓക്കെ, സംശയാണോ? ഓക്കെ, ഇതിന് മുന്നത്തെ ഏരിയ കാണാനാണോ? ഇത് പറ്റി ലേറ്റ് ആയല്ലോ, നമ്മുടെ ക്ലാസ് ഇതേ കൊറേ പോയി. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. 8 മണിക്ക് ക്ലാസിന്റെ എൻഡ് 8:30 ആ ഒരു ക്ലാസിന്റെ എൻഡിലേക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. മിസ് മുമ്പിലുള്ളതും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ആരോ ഡൗട്ടാണോ?
നമുക്ക് മറ്റേ ചാറ്റിൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല. മോറിന്റെ ഇതിൽ നോക്കുമ്പോ ലോവർ ഹാൻഡ് റൈറ്റ് ഹാൻഡ് അത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അതെന്താ ഇഷ്യൂ? ഓക്കെ, നോക്കട്ടെ കേട്ടോ, നമുക്ക് ശരിയാക്കാം. ഓക്കെ, അതാണോ ഡൗട്ട്? വേറെ എന്തെങ്കിലും ഉണ്ടോ? DRTDക്ക് ഡൗട്ട് ആണോ? ആ, ചോദിച്ചോളൂ. വേറെന്ത് ഡിഫറൻസ് ആണുള്ളത്? ആ, ചെറുതും വലുതുമാണ്. ഒരുപാട് ഈൽഡ് ഉണ്ട്, കുറച്ച് ഈൽഡ് ഉണ്ട്. പിന്നെ വേറെന്ത് ഡിഫറൻസ് ആണുള്ളത്? അത് പഠിക്കൂലോ. അത് പഴുത്തിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പഴങ്ങളും പഴുക്കാണ്ടിരിക്കില്ലല്ലോ. നമ്മളൊരു ഫ്രൂട്ടിൽ നിന്ന് സീഡ് എടുക്കുമല്ലേ. ഈൽഡ് ആണ് അവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ശരിയാണ്. മോൻ അത് ഒബ്സർവ് ചെയ്തത് വെരി ഗുഡ് കേട്ടോ. ഓക്കെ, പിന്നെ വേറെ ആർക്കെങ്കിലും ഡൗട്ട് ആണോ? ദീവാനിക്ക് ഡൗട്ട് ആണോ? ആ, ചെറിയ പ്ലാന്റ് ആണ്, അതേപോലെ അത്ര ഹെൽത്തി അല്ലാത്ത പ്ലാന്റ് ആണ്. വെരി ഗുഡ്, നല്ല ഒബ്സർവേഷൻ ആട്ടോ, വെരി ഗുഡ്. പിന്നെ ആരെങ്കിലും ഡൗട്ട് ആണോ? ഓക്കെ, ശരിയടാ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ആൽബിക്ക് ഡൗട്ട് ആണോ? പിന്നെ ഏതാണ് എടുക്കുക? തക്കാളി വേണ്ടേ? ഇഷ്ടല്ല? തക്കാളി ഇഷ്ടല്ലേ? എന്ത് പറ്റി? പുളിയാണോ? കറിയിലൊന്നും ഇല്ല അപ്പൊ വീട്ടില്? ഈ പ്ലാന്റ് എനിക്ക് തക്കാളി ഇഷ്ടല്ലാന്ന്. യു ആർ ലൈക്ക് എ യൂട്യൂബർ. താങ്ക് യു. ഓക്കെ. ആ, എന്നാലും നമുക്ക് വീട്ടിലൊക്കെ തക്കാളി വളർത്താലോ. പക്ഷെ നല്ല ഫ്രൂട്ട് അല്ലേ, നല്ലൊരു വെജിറ്റബിൾ അല്ലേ. ആ, ചീഞ്ഞു പോയല്ലേ. നമുക്ക് തക്കാളിയൊക്കെ വളർത്താം, കുഴപ്പമില്ല. ഓക്കെ, ഹായ്. ഓക്കെ, ശരി. ഓക്കെ, ഇനി ഇതേപോലെ ഡൗട്ട് എന്തെങ്കിലും ഉള്ളവരുണ്ടോ? അവിടെ അടി ഉണ്ടാക്കുന്നു ആൽബി. ഓക്കെ, ഇതേപോലെ ഡൗട്ട് ഉള്ളവരുണ്ടോ? ധ്യാനിന് ഡൗട്ട് ആണോ? ആ, ഒബ്സർവേഷൻ പറഞ്ഞോളൂ. ആ, എ പിക്ചറും ബി പിക്ചറും. ഓക്കെ, പഠിക്കാത്തതുകൊണ്ട്. ഓക്കെ, ഓക്കെ, പക്ഷെ അത് പഠിക്കുമല്ലോ. ഒരുപാട് ഈൽഡ് ഉണ്ടല്ലോ. പക്ഷെ നമ്മളവിടെ ഈൽഡ് കുറെ ഉണ്ടല്ലോ. മനസ്സിലായില്ലേ മോൻ? എന്താ സെലക്ട് ചെയ്തേ മനസ്സിലായില്ലേ? കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ മോന്? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ശരി, വെരി ഗുഡ്. ഹാൻഡ് ഓൺ ഒബ്സർവേഷൻ പറയാൻ നിന്നവര് ഹാൻഡ് ഓൺ ചെയ്തോളൂ കേട്ടോ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഒബ്സർവേഷൻ പറയാൻ നിന്നവര് ഹാൻഡ് ഓൺ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, 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 ശരി. വിളിക്കും, ഇഷ്ടം പോലെ ടൈം ഉണ്ടല്ലോ നമുക്ക്. നമ്മൾ വിളിച്ചിരിക്കും. ഓക്കെ, ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ധ്യാനിന് ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഹാൻഡ് ഓൺ ചെയ്തോളൂ കേട്ടോ. രേവതിക്ക് ഡൗട്ട് ആണോ? അല്ല, അപ്പൊ ഹാൻഡ് ഓൺ ചെയ്തോളൂ കേട്ടോ. ജെയിനിക്ക് ഡൗട്ട് ആണോ? ആണോ? ആ, ഓക്കെ. ഒബ്സർവേഷൻ എന്താണ്? റൈപ്പൺ ആണോ അൺറൈപ്പൺ ആണോ? അതാണോ?
മറ്റേ ബീയില് മറ്റേ ചെടി വാടിയിട്ടുണ്ട്. യെസ്, ഹെൽത്തി അല്ല ആ പ്ലാന്റ്. ഹെൽത്തി പ്ലാന്റ് വേണ്ടേ? വെരി ഗുഡ്, നല്ലോണം ഒബ്സർവ് ചെയ്യണം കേട്ടോ. വെരി ഗുഡ് കേട്ടോ. അപ്പോ സിംഗിൾ പ്ലാന്റ് ക്യാൻ പ്രൊഡ്യൂസ് മെനി ഫ്രൂട്ട്സ്. ഒരു പ്ലാന്റിന് ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? ഒരു സിംഗിൾ പ്ലാന്റ് ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഉണ്ടാവും. അതോ ഒരു പ്ലാന്റിൽ ഒരു ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ? ആണോ? അല്ലല്ലോ. കമന്റ് ബോക്സിൽ വേഗം പറഞ്ഞേ. യെസ്, കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് ബ്ലറാണ് കേട്ടോ. ഓക്കെ, ആണോ? ആണോ? ഒരു പ്ലാന്റിൽ ഒരു ഫ്രൂട്ട് ആണോ? നോ, many fruits. Very good. Seeds should be collected from ripened fruits produced during the middle of the plant's lifespan. ശ്രദ്ധിച്ചിരുന്നോ? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഭാഗമാണ്. മിസ് ഒന്ന് പറയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ. അതൊരു വൈബില്ലേ? വൈബ് ഉണ്ടാക്കാം, നമുക്ക് ഇപ്പൊ ഉണ്ടാക്കാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, മിസ്സിന് എല്ലാവരും ഡൗട്ട് പറയുന്ന വാക്കാണ്. മിസ് ഇത് പറയാൻ പോവാട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, സീഡ് ഷുഡ് കളക്ട് ഫ്രം ദി റൈപ്പൻ ഫ്രൂട്ട് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദ മിഡിൽ ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. പ്ലാന്റിന്റെ ലൈഫ് സ്പാൻ, അതായത് ആയുസ്, പ്ലാന്റിന്റെ ആയുസിന്റെ മിഡിൽ സ്പാനിൽ നിന്ന് വേണം നമ്മൾ സീഡ് സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഫ്രൂട്ട് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഒരു ഫ്രൂട്ട് കളക്ട് ചെയ്യാൻ. ഓക്കെ, ഒരു പ്ലാന്റ് അത് വളർന്ന് കായ്ച്ചു തുടങ്ങുമ്പോഴും അല്ല, പ്ലാന്റ് നശിച്ചു കുറേ നാളായി, കുറേ കായ്ക്കളൊക്കെ തന്ന് അത് ഏകദേശം പ്ലാന്റ് നശിക്കാറാവുമ്പോഴും അല്ല നമ്മൾ ഫ്രൂട്ട് എടുക്കേണ്ടത്, സീഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ ആണോ? സീഡ് കളക്ട് ചെയ്യാൻ വേണ്ടി ഫൈനൽ സ്റ്റേജിൽ നിന്നും അല്ല എടുക്കേണ്ടത്, ഇനീഷ്യൽ സ്റ്റേജിൽ നിന്നും അല്ല, നമ്മൾ എടുക്കേണ്ടത് മിഡിൽ സ്റ്റേജിൽ നിന്നാണ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ലൈഫ് സ്പാൻ ആണ്, ഒരു പ്ലാന്റിന്റെ ലൈഫ് സ്പാൻ ആണെന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ടൈം, കായ്ച്ചു തുടങ്ങുന്ന ടൈം, അത് പിന്നെ ഇത് ഫൈനൽ ലൈഫ് സ്പാൻ, അതായത് ചെടി മരിക്കാറായി, അതായത് കഴിച്ച് 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 കായ്ബലമൊക്കെ ഇല്ലാണ്ടായി ആ ടൈമിലും അല്ല, ഇതിന്റെ മിഡില് എപ്പോഴും നല്ല കായ്ബലം തന്നിരുന്ന സമയത്ത്, അതായത് അതിന്റെ മിഡിൽ ലൈഫ് സ്പാനിൽ വേണം ഒരു ഫ്രൂട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ, സീഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ ആണല്ലോ? എല്ലാവരും ശ്രദ്ധിച്ചല്ലോ? അദ്വൈത പി സുനീഷിന്റെ ബർത്ത്ഡേ ആണ്. വിഷ് ഹർ പ്ലീസ്. ഓക്കെ, ഞാൻ വിഷ് ചെയ്തു. അദ്വൈത ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതല്ലേ? യെസ്, പറഞ്ഞത് തന്നെയാണ്, പക്ഷേ ലൈഫ് സ്പാനിന്റെ കേട്ടോ. ഓക്കെ 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 എല്ലാവരും ഇതേ ഒരുപാട് പേര് ഇവിടെ വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ അദ്വൈത. എവിടെ അദ്വൈത? എന്ത് ഹാൻഡ് റൈസ് ചെയ്ത് അദ്വൈത? അദ്വൈത ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ, ഇഷ്ടം പോലെ പേര് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ പറയണ്ട കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഹാപ്പി അല്ലേ? സെറ്റിൽ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഇവിടെ എല്ലാവരും ആലിയ, ആർദ്ര, അരുന്ധതി, ഫാത്തിമ, എൽവിയ, അതേപോലെ തന്നെ ജൈന, ജൈന, ദിയ, അങ്ങനെ ദേവഭദ്ര, ജയറോസ്, ശ്രദ്ധ, എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ? എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ടേ. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ജെറൂസിന് സംശയമാണ് മോനെ? ഇത് എഴുതിയെടുത്തോളൂ കേട്ടോ, എല്ലാവരും എഴുതിയെടുത്തോളൂ. ഓക്കെ, സംശയമാണോ ധ്യാൻ? ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞ ആയുസ്. ഒരു ഹ്യൂമൻ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യരുടെ ആയുസ് എന്ന് പറയും. നമ്മുടെ ഹ്യൂമൻ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എത്രയൊക്കെയാ? 70-80 വയസ്സൊക്കെ വരെ അല്ലേ? ആയുസ് എന്ന് കേട്ടിട്ടില്ലേ മോൻ? മനസ്സിലായോ? ഓക്കെ, അതേപോലെ പ്ലാന്റിന് ലൈഫ് സ്പാൻ ഉണ്ടാവില്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ?
ആ ആയുസ് 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 കാലയളവ്. ജോയിലിന് ഡൗട്ട് ആണോ? എന്താ റൈപ്പൻഡ് ആണോ മോനെ? റൈപ്പൻഡ് വന്നാ പറഞ്ഞ പഴുത്ത ഫ്രൂട്ട്. Okay, seeds should be collected from ripened fruit produced during the middle of the plant's lifespan. ഈ പ്ലാന്റ്സിന്റെ ലൈഫ് സ്പാന്റെ മിഡിലുള്ള ടൈമില് ആ ഒരു സ്റ്റേജിൽ വേണം സീഡ് ഒരു ഫ്രൂട്ടിൽ നിന്ന് സെലക്ട് ചെയ്യാൻ. അതായത് നല്ലോണം പഴുത്ത ഫ്രൂട്ടിൽ നിന്ന് വേണം സെലക്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് ആയില്ലേ? ഓക്കെ ഓക്കെ. ഇതേ ഡൗട്ട് ഉള്ളവര് കൈ താഴ്ത്തിക്കോളൂ കേട്ടോ. ഹാൻഡ് ഡൗൺ. ഓക്കെ അല്ലേ? സെറ്റല്ലേ? എഴുതി കഴിഞ്ഞോ? 8:30 വരെയാണ് ക്ലാസ്. ഇത് ക്ലാസ് എന്റെ ക്ലാസ് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ? എന്റെ ക്ലാസ്? നോ. ഓക്കെ പോരട്ടെ. ഒരാളുടെ അവസ്ഥയിലല്ല എനിക്ക് വേണ്ട, എല്ലാവരുടെയും ആൻസേഴ്സ് എനിക്ക് വേണം. 1000 ആയുസ്. ഓക്കെ, ആരാണത് 1000 ആയുസിൽ ജീവിക്കുന്നത്? ഒരിത്തിരി ഫണ്ടാവാം. ഇത്ര ഫണ്ട് പോരെ? മിസ് പാവില്ലേ? ചെറുതായിട്ട്. ഓക്കെ നോ. ഓക്കെ ആൻസേഴ്സ് ഭയങ്കര കുറവാ. കമന്റ് ബോക്സ് ഫില്ലാവുന്നില്ലല്ലോ മക്കളെ. എല്ലാവരും എന്തു പറ്റി? എല്ലാവരും ഒരു തണ്ടമിട്ടാണല്ലോ. റയാൻ ക്യാമറ ഓൺ ആക്കൂ. റയാൻ ഓക്കെ. മിൻഹ ക്യാമറ ഓൺ ആക്കൂ. എല്ലാവരും ക്യാമറ ഓൺ ആക്കൂ. എനിക്ക് വയ്യ. അവിടെ എന്നെ പുകഴ്ത്തുന്നുണ്ട് ഓരോരുത്തരും. മിസ്സിന്റെ ക്ലാസ് ബോറോ? പിന്നെ മിസ്സിന്റെ ക്ലാസ് പൊളിയല്ലേ, വൈബാണെന്നൊക്കെ. എനിക്ക് വയ്യ. ഒരാൾക്കെങ്കിലും തോന്നിയല്ലോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. Planet for good health make from the board. Very good. Fun time. Okay. മിസ്സിന് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും മിസ്സിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല? യോ നോ. നൈസ് ക്ലാസ്. ഫൺ ടൈം. ഓക്കെ, ഫൺ ടൈം വെക്കണോ? കുറച്ച് സർഗവേളയായാലോ? മിസ് ഈസ് സോ ക്യൂട്ട്. താങ്ക് യു. ഇസ് ദാറ്റ് എ പ്രോബ്ലം? ഐ ടേക്ക് ഇറ്റ്. ഓക്കെ യെസ്, ഇഷ്ടപ്പെട്ടു. അപ്പൊ മിസ്സിന് വേണ്ടി ആരാ പാട്ട് പാടിത്തരാൻ പോണേ? ഒരു ഫൺ ടൈം ആയില്ലേ? ഇപ്പൊ ഇച്ചിരി ഫൺ ടൈം ആയില്ലേ? മിസ്സിന് വേണ്ടി ആരാ പാട്ട് പാടി തരാൻ പോകുന്നേ? ഹാൻഡ് റൈസ് ചെയ്തവര് പാട്ട് പാടാൻ വന്നവരാണോ? ധ്യാൻ പാട്ട് പാടോ? വേഗം ഹാൻഡ് റൈസ് മാറ്റി. ഞാൻ ധ്യാനിനെ ഓടിച്ചോളേ. പിന്നെ ഇഷ്ടപ്പെടാതെ ഇവിടെ പോവാനോ? താങ്ക് യു. അപ്പൊ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തന്നോടെ ലിവിയ? എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്തവര് പോയല്ലോ. എനിക്ക് വേണ്ടി ആരും പാട്ട് പാടി തരില്ലേ? ആർദ്ര. ഓക്കെ, പാട്ട് പാടിത്തരാൻ വന്നതാണോ അതോ ഡൗട്ടാണോ? ഓക്കെ, താങ്ക് യു. പാട്ട് പാടിതാ. കഴിഞ്ഞോ? അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ. വെരി ഗുഡ്. കൃതിക പാടി തന്നു. പാട്ടാണോ ഡൗട്ടാണോ?
ആ അതെ, വാവ് നൈസ്. ഓക്കെ, വാവ് നൈസ് എന്നൊക്കെ കമന്റ് വരുന്നുണ്ട് കേട്ടോ. പാട്ട് പാടിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്രക്കുട്ടി. ഓക്കെ, കുഞ്ഞു പാട്. ഒരു പാട്ട് ടൈം എടുക്കല്ലേ. പഠിക്കോ. സൂപ്പർ. കഴിഞ്ഞോ? സൂപ്പർ ആയിട്ടുണ്ട്. മിസ്സിന്റെ ഫേവറേറ്റ് സോങ്. ആ വാവ് അടിപൊളി. ഇതേ തീർത്ത പറയുന്നത് ഓ സൂപ്പർ. അതേപോലെ തന്നെ വാവ് അമേസിങ് അടിപൊളി. നൈസ് സൗണ്ട്. വാവ് തക്ക മോൾക്കുള്ള ഇതാ. ഓക്കെ, ഇതേ കണ്ട നൈസ് സോങ്. ഓക്കെ, എൽവിയ പറയുന്നുണ്ട് അടിപൊളി സ്വീറ്റ് ആണെന്നൊക്കെ അദ്വൈത പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഹിസ് മൈ ഫേവറേറ്റ് സോങ്. മൈൻ ടു. ഗുഡ് ഗുഡ് ഗുഡ്. ആ സജഷൻ വളരെ നല്ല സജഷനാ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെറ്റ് ആക്കാം മക്കളെ. ഓക്കെ, ധ്യാൻ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു ഐഡിയയും കൊണ്ടുവരാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ ഈ പാട്ട് പാടി തരുന്നുണ്ടോ? ഒരു സെറ്റ് ആയില്ലേ? മിസ് ക്യാൻ യു സിംഗ്? ഞാൻ പാടിയ ഒന്ന് ഫോട്ടെ. ഞാൻ പാടുമെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും പാടരുത് പ്ലീസ്, അങ്ങനെയായിരിക്കും. പാടരുത് പ്ലീസ് എന്നൊക്കെ. ദേവന പഠിക്കോളൂ. പാടാൻ ഡൗട്ടാണോ? Sneaking out, trying to make me someone I shouldn't see. Thinking that was not wrong with me, my house. Sometimes think it's too loud. So wait till the girls pull up and they're dancing three. Careful that we don't lose some skis. Oh, never wanna do what I'm told. Even if I mess it all up and make a million mistakes. At least I can say, that I did it my way. Yes, that is like 95 minutes round. Hands up, no, slow me down. And my heart breaks, still did it my way. Yes, that is like minus round. Even if it all goes out, did it my way. Because I'm downstairs. We're traveling in the box again, but it does. Still I find couldn't win no more like I miss you. My realize no judgment, realize no judgment for today. Even if I make a couple mistakes, at least I couldn't say that I did it my way. Guess that's like lightning's bound. Hands up, now slow me down. And for her break, so I did it my way. Like the fire was showing up over your town. Even if it all burns out, did it my way. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല അടിപൊളി സോങ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. ഇതേ ഒരുപാട് പേര് ഇവിടെ കമന്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഋതുക എനിക്ക് ഇനിയും പാട്ട് പാടി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ കുറച്ച് കഴിയുമ്പോ ചോദിക്കാം. അപ്പൊ പാടി തരണം കേട്ടോ. ഓക്കെ അല്ലേ? ജൈനയും പാട്ട് പാടി തരാൻ വന്നതാണോ? മിസ്സിന് വേണ്ടി പാടാൻ വന്നതാണോ? ആണോ? ആണോ? കുറച്ച് കഴിയുമ്പോ മിസ് ചോദിക്കും, അപ്പൊ പാടി തന്നെ കേട്ടോ. കുറച്ച് ഓക്കെ. ട്രൈ യുവർ ടൈം. ഏതെന്താ നീ വല്ലാതെ ഇങ്ങനെ അനാവശ്യമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ, എന്നെ കൊണ്ട് പറ്റും. ട്രൈ യു ക്യാൻ സിംഗ് എന്നൊക്കെ എത്ര പ്രാവശ്യം സ്റ്റേജ് വന്നേക്കുന്നേ. ഗുഡ് വോയിസ് ആണ്. വെരി ഗുഡ്.
പാടാണ് കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ മിസ്സും കൂടി പാടിത്തരാം. മിസ് പാടും, ഒരു പ്രാവശ്യം പാടുള്ളൂ, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പാടാൻ പറയില്ല. ഓക്കെ, ഒരു പ്രാവശ്യം പാടും. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി നീങ്ങിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് തിരിച്ചു വരാം. ഓക്കെ, സെറ്റല്ലേ? എല്ലാവരുടെ ഒരു എന്താ പറയാ, എല്ലാവരും പാടി തളർന്നിരുന്ന് നമുക്ക് മാറിയില്ലേ? ആ ഓക്കെ ഓക്കെ. ഞങ്ങളുടെ സൂളില്ലാത്ത താരനെ പോലെ വായി ബാബയാണ് ടീച്ചർ. മനസ്സിലായില്ല, എന്നാലും പുകഴ്ത്തിയത് അന്ന് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി പാടിത്തരാൻ വന്നവരൊക്കെ വെയിറ്റ് ചെയ്തോളൂ, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. മിസ്സും പാടും. മിസ്സിനല്ലാതെ പിന്നെ ആരും പാടാൻ പറ്റുമെന്നൊക്കെ എനിക്ക് വയ്യ. ഒരു പ്രാവശ്യം പറയുമ്പോൾ അടുത്ത ക്ലാസ് തൊട്ട് നിങ്ങൾ തന്നെ പ്ലീസ് പാടരുതെന്ന് പറയും. ഓക്കെ, നമ്മുടെ പോർഷനിലേക്ക് കിടക്കാണ്. ഓക്കെ, ഇനി പാടാൻ വന്നവരൊക്കെ ഹാൻഡ് ഡൗൺ ചെയ്തോളൂ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കുമ്പോൾ വരണം. ഓക്കെ ഓക്കെ, സെറ്റ്. വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർഡ് വൈ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്? ബെസ്റ്റ് സീഡ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടറാണ് കൺസിഡർ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടാവും, സൈസ്, ഷേപ്പ്, അതൊക്കെ കേട്ടോ. അതേ കൂടെ തന്നെ വേറെയും ഉള്ളതാണ് ഇതൊക്കെ. ഓക്കെ, അതേപോലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫാക്ടേഴ്സും കൂടിയാണ് ഇത്. ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ. ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഏതോ എന്താ ഞാൻ പാടിക്കോളാടാ, നമുക്ക് നമ്മുടെ ക്ലാസ് ആദ്യം പോവാ. ഓക്കെ, സെറ്റല്ലേ? കളക്ട് സീഡ് ഫ്രം മെച്ചുവർ പ്ലാന്റ്. മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് സീഡ് കളക്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലേ? മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് സീഡ് കളക്ട് ചെയ്യുക. കളക്ട് സീഡ്സ് ഫ്രം ഹെൽത്തി പ്ലാന്റ്സ്. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്ന്, മിസ്സിനെ പോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിൽ നിന്ന് സീഡ് കളക്ട് ചെയ്യുക, മിസ്സിനെ പോലെ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഡോണ്ട് കളക്ട് സീഡ് ഫ്രം ഡിസീസ് അഫക്റ്റഡ് പ്ലാന്റ്. ഡിസീസ് അഫക്റ്റഡ് ആയ അസുഖമൊന്നും ബാധിച്ച ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ സീഡ്സ് സെലക്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ നടാൻ പോകുന്ന സീഡ് നട്ടതിന് ശേഷം ഉണ്ടാകുന്ന ചെടിക്കും ചിലപ്പോൾ അസുഖങ്ങൾ വരും അല്ലേ? അങ്ങനത്തെ ഡിസീസ് അഫക്റ്റ് പ്ലാന്റ്സിൽ നിന്നൊന്നും സീഡ്സ് കളക്ട് ചെയ്യാൻ പാടില്ല. ദ പാരന്റ് പ്ലാന്റ് മസ്റ്റ് ബി ഹൈ ഈൽഡിങ്. പാരന്റ് പ്ലാന്റ് ഹൈ ഈൽഡിങ് ആയിരിക്കണം. ഓക്കെ, നല്ല ഈൽഡ് ഉള്ളതായിരിക്കണം. ഒരുപാട് ഈൽഡ് കിട്ടുന്ന പാരന്റ് പ്ലാന്റിൽ നിന്ന് വേണം നമ്മൾ സീഡ് കളക്ട് ചെയ്യാൻ. ഓക്കെ, കളക്ട് സീഡ് ഫ്രം ഫ്രൂട്ട് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദ മിഡിൽ പീരീഡ് ഓഫ് ദി പാരന്റ് പ്ലാന്റ് ലൈഫ് സ്പാൻ. മിസ് നേരത്തെ പറഞ്ഞ അതേ കഥ. എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ, എല്ലാവരും ഓഫായി വരുന്നു, എല്ലാവരും ക്യാമറ ഓൺ ആക്കിയേ. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ കഥ തന്നെ മിസ് പറയുന്നത്. മിഡിൽ പാരന്റ് പ്ലാന്റിന്റെ ലൈഫ് സ്പാനിന്റെ മിഡിൽ പീരീഡ് എന്ന് വേണം നമ്മൾ ഫ്രൂട്ട് സെലക്ട് ചെയ്യാൻ, സീഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ അല്ലേ? മിസ് നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇത് എഴുതണം കേട്ടോ, എഴുതിക്കോളൂ. ഓക്കെ, എഴുതിക്കോളൂ. ഓക്കെ ഓക്കെ മിസ്. വേഗം എഴുതിയെടുത്തോളൂ. ഇതെന്താ എഴുതുന്നില്ലേ? ഏഞ്ചലിയ എഴുതുന്നില്ലേ? നല്ല കുട്ടിയായിട്ട് എഴുതിക്കോളൂ കേട്ടോ, എല്ലാവരും നല്ല കുട്ടികളായിട്ട് എഴുതിക്കോളൂ. ശിവഗംഗ ക്യാമറ ഓൺ ആക്കൂ. അതേപോലെ തന്നെ എഴുതുന്നില്ല, എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ക്യാമറ ഓൺ ആക്കില്ലേ മക്കളെ? മിസ് എങ്ങനെ അറിയും മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്? മിൻഹ ക്യാമറ ഓൺ ആക്കൂ. എന്ത് പറ്റി? എല്ലാവരും ക്യാമറ ചെറുതായി ഓഫായി വരുന്നു. എല്ലാവരും ക്യാമറ ഓൺ ആക്കിക്കേ. ധ്യാൻവേദ് എന്താ ക്യാമറ ഓൺ ആക്കാത്തെ? റുവാൻ എന്താ ക്യാമറ ഓൺ ആക്കാത്തെ? എല്ലാവർക്കും എന്ത് പറ്റി? ആരും എഴുതുന്നില്ലേ? എഴുതണം കേട്ടോ, നോട്ട് അയച്ചു തരണം മിസ്സിന് എല്ലാവരും. ഓക്കെ, നോട്ട് എഴുതിയിട്ട് മിസ്സിന് എല്ലാവരും അയച്ചു തരാം. നമ്മളെല്ലാവരും ക്യാമറ വെക്കുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചിട്ട് ഇന്ന് എഴുതുമ്പോൾ എല്ലാവരും എനിക്ക് കൃത്യമായിട്ട് കാണും, എന്നാലല്ലേ മിസ്സിനെ അറിയാൻ പറ്റുള്ളൂ. ഫിനിഷ് മിസ്, തീർത്തേനൊക്കെ ഫിനിഷായി. ഒരു വേഗം തംസ് അപ്പ് ഇട്ടോളൂ. വേഗം
നമുക്ക് നമ്മുടെ പോർഷൻസ് കവർ ആണ്, നമ്മുടെ ഫൺ ടൈം ഓവർ ആയിട്ടില്ല, നമ്മുടെ ഫൺ ടൈം ഇനിയുണ്ട്. എനിക്ക് ആരൊക്കെയോ പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ മിസ് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ അത് ആലോചിക്കുമ്പോ എന്റെ നെഞ്ചിരിക്കുന്നു. ഓക്കെ ഫിനിഷ്. ഇഞ്ചലിയ ഫേസ് കാണുന്നില്ലടാ. ജെറൂസിന് സംശയമാണോ മോനെ? ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് താഴെ കിടക്കുന്ന ആൻസർ ആണ് മോനെ. ആ ആൻസർ ആണ്. അത് ശരി, ഞാനൊരു ക്വസ്റ്റ്യനും പറഞ്ഞു ആൻസറും പറഞ്ഞു കഴിഞ്ഞല്ലോ. ആൻസർ ആട്ടോ. ആ ആൻസർ ആണ്. എഴുതി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്താലും മതി, ലാസ്റ്റ് എഴുതാം കേട്ടോ. ഓക്കെ സെറ്റ്. ഇവിടെ തീ വെച്ചുള്ള തംസ് അപ്പ് ഒക്കെ തന്നു തുടങ്ങിയ ആൾക്കാർ, തീ വെച്ചുള്ള തംസ് അപ്പ് ഒക്കെ തന്നു തുടങ്ങി ഇവിടെ. എല്ലാവരും ഫിനിഷായി വരുവാണേ. എല്ലാവരും ഫിനിഷായോ? ഫിനിഷായോ? മിൻഹേന്റെ ക്യാമറയ്ക്ക് എന്ത് പറ്റും മോളെ? അതേപോലെ ധ്യാൻവേദ് ആരെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൊന്നും തരൂ. ആ ധ്യാൻവേദ് കമന്റ് ഇതൊക്കെ തരുന്നുണ്ടല്ലോ, റിയാക്ഷൻ ഒക്കെ ആയിട്ട്. ക്യാമറ ഒന്നല്ല, എന്ത് പറ്റി എല്ലാവരുടെയും? ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ആരവ് കൃഷ്ണ എന്തു പറ്റി? ക്യാമറ ഓഫ് ആണല്ലോ. ക്യാമറ ഓൺ ആക്കാം. മിസ്സിന് കാണണ്ടേ, മക്കൾക്കൊക്കെ മനസ്സിലാവണ്ടെന്ന്. എല്ലാവരും ക്യാമറ ഓൺ ആക്കണം കേട്ടോ. ഫിനിഷ് ഫിനിഷ് ഫിനിഷ്. അപ്പൊ ഇനി തീരാത്തൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മിസ് ലാസ്റ്റ് പറഞ്ഞാൽ മതി, മിസ് സ്ലൈഡ് മാറ്റി തരാം കേട്ടോ. ശരി. അപ്പൊ ഒരു കുട്ടി ചോദിക്കുകയാണ്, ഓക്കെ, are the fruits formed at the initial and final stage of the lifespan of plant ideal for seed collection? ആര് ഉത്തരം പറയും? ഇനീഷ്യൽ സ്റ്റേജിലും ഫൈനൽ സ്റ്റേജിലും ഒരു പ്ലാന്റിന്റെ ഇനീഷ്യൽ സ്റ്റേജിലും ഫൈനൽ സ്റ്റേജിലും ഫ്രൂട്ട്സ് ഐഡിയൽ ആണോ സീഡ് കളക്ഷന്? ആണോ? ആണോ? ഉത്തരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. മക്കളൊക്കെ ശ്രദ്ധിച്ചിരിക്കണോണ്ട് ആൻസേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. യെസ് ഓക്കെ ഓക്കെ ഓക്കെ, ഞാനിപ്പോ ചോദിക്കാം. അവിടെ ഹാൻഡ് റൈസ് ചെയ്താൽ പോരെ, ഇവിടെ കൂടെ ഹാൻഡ് റൈസ് ചെയ്യണം. ഓക്കെ പറഞ്ഞോളൂ. എന്താ പറഞ്ഞോളൂ. Seed should be collected from the ripened fruit. Ripened fruits produced during the middle of the plant's lifespan. Okay, very good very good. Okay 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 ശരി, വെരി ഗുഡ്. ടീച്ചർ പാടാം ടീച്ചർ പാടാം ടീച്ചർ പാടാം. നീ അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണ്ട, ഞാൻ പഠിക്കോളാം. പാടാട്ടാ. ഓക്കെ സെറ്റ്. നിനക്ക് വേണ്ടിയെങ്കിലും ഞാൻ പാടിയിരിക്കും. നീ ഒരു പ്രാവശ്യം പറയുള്ളൂ എനിക്ക് ഞാൻ. ഓക്കെ. Plants like lady's finger and pea contain numerous seeds in the single fruit. Can all these seeds be used for the production of seedlings? Lady's finger, വെണ്ടയ്ക്ക, അതേപോലെ തന്നെ പയറൊക്കെ മുതലായ ചെടികളില് കുറേ സീഡ്സ് ഉണ്ടാവും ഒരു ഫ്രൂട്ടില്. എല്ലാം ഐഡിയലാണോ? എല്ലാം ഓക്കെ ആണോ? സീഡ്ലിംഗ് പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ലതാണോ? ഇവിടെ ആൻസേഴ്സ് തുരുതുരാന്ന് വന്നിട്ട്. ഓക്കെ, ചോദ്യം മനസ്സിലായില്ലേ? പി പയറും വെണ്ടയ്ക്കെന്നൊക്കെ ഒരുപാട് വിത്ത് കിട്ടും. എല്ലാ വിത്ത് കൊടുക്കാൻ പറ്റുമോ നമുക്ക് നടാനായിട്ട്? പറ്റുമോ? നോ. യെസ് നോ അല്ലേ? നോ അല്ലേ? വെരി ഗുഡ്.
എന്റെ മക്കൾക്കൊക്കെ നല്ല ശ്രദ്ധിച്ചിരിക്കണ്ട കേട്ടോ എല്ലാവരും. അതുകൊണ്ടാണ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നത്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. കുറച്ച് പേരോട് ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ. ഓക്കെ, നമ്മൾ ആദ്യം പ്ലാൻ സെലക്ടിങ് ഫോർ സീഡ് കളക്ഷൻ. നമ്മൾ ഒരു സീഡ് കളക്ഷന് വേണ്ടിയിട്ട് ഒരു പ്ലാന്റ് അങ്ങോട്ട് സെലക്ട് ചെയ്യാണ്. ഓക്കെ, പ്ലാന്റ് സെലക്ട് ചെയ്യാണ്. ആ പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോ എന്തൊക്കെയാ വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കാൻ പോണത്. ഓക്കെ ഓക്കെ, ജെറിയൂസ് പറ. ആ വെരി ഗുഡ്, ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം. കുറച്ച് ഈൽഡ് മതിയോ, ലോ ഈൽഡ് മതിയോ? ഹൈ ഈൽഡ്, ഈൽഡ്. ഓക്കെ, ആ വെരി ഗുഡ്, ഹൈ ഈൽഡ്. ലോ ഈൽഡ് ആണോ വേണ്ടേ? നോ അല്ലേ? ആ അത് സീഡ്. ക്ലാസ്സിൽ കഴിഞ്ഞല്ലേ? ക്ലാസ്സിൽ കഴിഞ്ഞല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് കേട്ടോ. അപ്പൊ ഞാനൊരു രണ്ട് ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇൻഫെക്റ്റ് ആയ പ്ലാന്റ് ഓക്കെ ആണോ? ആ ഇൻഫെക്റ്റ് ആയ പ്ലാന്റ്, അതായത് മറ്റേ ഇതൊക്കെ എന്താ പറയാ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള അസുഖം ബാധിച്ച പ്ലാന്റ് ഓക്കെ ആണോ? പറ്റില്ല അല്ലേ? സ്റ്റണ്ട് ഗ്രോത്ത്, വളർച്ചയൊക്കെ മുരടിച്ചു പോയ പ്ലാന്റ് ഓക്കെ ആണോ? അതും പറ്റത്തില്ല. വെരി ഗുഡ് കേട്ടോ, നല്ല കുട്ടി, ശ്രദ്ധിച്ചിരിക്കണം. ഇവാനിയ പറഞ്ഞോളൂ. ഫ്രൂട്ട് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ. നമ്മൾ ഒരു സീഡ് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രൂട്ട് സെലക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. പ്ലാന്റിന്റെ ലൈഫ് സ്പാനിൽ ഇനീഷ്യൽ സ്റ്റേജിലുള്ളത് ഓക്കെയാണ്. അയ്യോ പറ്റില്ല അല്ലേ? പറ്റില്ല. ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. എൻഡിലുള്ളത് ഓക്കെയാണോ? എൻഡിലുള്ളത് ഓക്കെയാണോ? ഓക്കെയാണോ? അല്ലല്ലേ. ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദി മിഡിൽ ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. അതൊക്കെയാണോ? ഫുള്ളി റൈപ്പൻഡ്. പഴുത്തതാണോ? നല്ലോണം പഴുത്തതാണോ വേണ്ടത്? പിന്നെ അതേപോലെ തന്നെ നോട്ട് റൈപ്പഡ്, പഴുക്കാത്തതാണോ വേണ്ടത്? അല്ല അല്ലേ? വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, നല്ലോണം ശ്രദ്ധിക്കട്ടെ കേട്ടോ. പിന്നെ ആര് വിളിക്കും? ഓക്കെ, ഞാൻ പറഞ്ഞു. സീഡ് സെലക്ടഡ്. സീഡ് നമ്മൾ സെലക്ട് ചെയ്യാണ്. അതിന് ഡെഫിനറ്റ് ഷേപ്പ് വേണോ? ആ പറഞ്ഞോളൂ. ആ കേൾക്കുന്നുണ്ട്. ആ ഡെഫിനറ്റ് ഷേപ്പ് വേണം അല്ലേ? വെരി ഗുഡ്. പിന്നെ ഹാവ് നോർമൽ വെയിറ്റ്. നോർമൽ വെയിറ്റ് ആണോ വേണ്ടത്? അതെ, വെരി ഗുഡ്. ഡാമേജ്, ഹാവ് ഡാമേജ് സീഡ് കോട്ട് ആണോ വേണ്ടത്? നോ നോ നോ. ഓക്കേ, വെരി ഗുഡ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണോ വേണ്ടത്? നോ, വെരി ഗുഡ്. നോർമൽ സൈസ് ആയിട്ടുള്ളതാണോ വേണ്ടത്? യെസ്, വെരി ഗുഡ്. ഓക്കെ, ഇത് ഇനി നമുക്ക് എഴുതിയെടുക്കണ്ടേ? എല്ലാവർക്കും ഇത് സെറ്റ് അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യുന്ന ഉത്തരം പറയാൻ റൈസ് ചെയ്തതാണോ അതോ ഡൗട്ട് ആണോ? ഡൗട്ട് ആണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ, ഡൗട്ട് അല്ലെങ്കിൽ ഹാൻഡ് ഡൗൺ ചെയ്തോളൂ കേട്ടോ. ഡൗട്ട് ആണോ എല്ലാവർക്കും? ഗണശ്യാമയ്ക്ക് ഡൗട്ട് ആണോ? എന്താണ് ഡൗട്ട്? കുട്ടി പറഞ്ഞോളൂ, കുഞ്ഞു പറഞ്ഞു. ആ അതാണ് പറയുന്നത്. ഞാൻ അടുത്ത സ്ലൈഡിൽ ഇത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഓക്കെ.
ഇവാനിക്ക് ഡൗട്ട് ആണോ? ജെയിനിക്ക് ഡൗട്ട് ആണോ? ആ, എന്താണ് ഡൗട്ട്? ഇതാണ് എഴുതിയെടുക്കണ്ടേ കേട്ടോ, എല്ലാവരും എഴുതിയെടുത്തോളൂ. ആ, മുരടിച്ച ചില ചെടികളൊക്കെ കണ്ടിട്ടില്ലേ, വളർച്ച മുരടിച്ച് പോയിരിക്കുന്നത്, ചുക്കി ചുളിഞ്ഞ്, മുരടിച്ച് എന്നർത്ഥം. ഓക്കെ ഓക്കെ, എഴുതിയെടുത്തോളൂ കേട്ടോ, എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഇല്ല, ക്ലാസ് ഓവർ ആയിട്ടില്ല, ക്ലാസ് ഓവർ ആയിട്ടില്ല. ആ, മറന്നിട്ടില്ലല്ലേ? ഓക്കെ, ഞാൻ വിചാരിച്ചു നിങ്ങൾ മറന്നു. ഓക്കെ, എന്നാ പിന്നെ എഴുതിയെടുത്തോളൂ, നോട്ട് എഴുതിയെടുത്തോളൂ കേട്ടോ. നോട്ട് എടുത്ത് കഴിഞ്ഞാൽ മിസ് പാടിത്തരാം. കഴിഞ്ഞവര് വേഗം എഴുതിയത് ഫിനിഷ് എന്നിട്ടുള്ളൂ അല്ലേ? അതാ ഞാൻ പറഞ്ഞു ജയറൂസ്, എനിക്ക് മനസ്സിലായില്ല അതെന്താന്ന്. ഞങ്ങളുടെ പോലെ പറഞ്ഞതെന്താന്ന്? ആ, എന്താണ് ഉദ്ദേശിച്ചത്? കൊള്ളൂല എന്നാണോ? വൈബാണ്. ഇഷ്ടപ്പെട്ടോ അതോ മോശം സാറാണോ? ആ സാറിന് ഇഷ്ടമാണ്. ആണ്. താങ്ക് യു. മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഫിനിഷ് ഫിനിഷ്. ഇവിടെ ഫിനിഷ് വന്നു തുടങ്ങി. എഴുതി കഴിയാത്തൊരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അപ്പോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. മിസ് മാറ്റട്ടെ? മറന്നിട്ടില്ല. ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് മിസ് പാടിത്തരാം. ഓക്കെ. ഗുഡ് ക്വാളിറ്റി സീഡ് ഷുഡ് ബി സെലക്ടഡ് ഫോർ ബെറ്റർ ഈൽഡ്. നല്ല ഈൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സീഡ് സെലക്ട് ചെയ്യണം. ഓക്കെ, എന്താ? നല്ല ഈൽഡ് കിട്ടാൻ വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള സീഡ് സെലക്ട് ചെയ്യണം. ഫോർ ദിസ് the respective plant and fruit should also have the good quality. അതേ അതിന് അനുസരിച്ച് ആ പ്ലാന്റിനും ഫ്രൂട്ടിനും നല്ല ക്വാളിറ്റി ആയിരിക്കും. താങ്ക് യു. ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കാര്യത്തില്? നല്ല പ്ലാന്റ് കിട്ടാനും നല്ല ഫുഡ്, നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട് കിട്ടാനും വേണ്ടിയിട്ട് നല്ല സീഡും നല്ല ഈൽഡും നല്ല സീഡും ഗുഡ് ക്വാളിറ്റി സീഡ് ഷുഡ് ബി സെലക്ടഡ് ഫോർ ബെറ്റർ ഈൽഡ്. എന്താ? നല്ല ക്വാളിറ്റി ഉള്ള സീഡ് വേണം ബെറ്റർ ഈൽഡിന് വേണ്ടി സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ പ്ലാന്റും ഫ്രൂട്ടും നല്ല ക്വാളിറ്റി ആയിരിക്കണം. ഓക്കെ, നല്ല ക്വാളിറ്റി ആയിരിക്കണം. ഇത് എഴുതണം കേട്ടോ. എഴുതണം. സൂപ്പർ ക്ലാസ്, താങ്ക് യു. എഴുതണം കേട്ടോ, ഇത് എഴുതണം. കുറച്ചു നേരം മതിയില്ലേ? കുറച്ചല്ലേ ഉള്ളൂ. ഓക്കെ, എഴുതി കഴിഞ്ഞ് ഡൺ ഇട്ടാ മിസ് പാട്ട് പാടും. പറ്റിക്കില്ല, ഈ പ്രാവശ്യം ഞാൻ പാട്ട് പാടും. എന്റെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിലും ഞാനല്ലാതെ പിന്നെ ആര് അല്ലേ? എഴുത് വേഗം എഴുതി തീർക്കും. എന്നിട്ട് ഫിനിഷ് ചെയ്തിട്ട് മിസ് പാടി തരാം. ഓക്കെ, ഇത് വേഗം. ഇതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? താങ്ക് യു അസിയ, താങ്ക് യു. ഫിനിഷ്ഡ്. ഓക്കെ, ഫിനിഷ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ജെയിനിക്ക് ഡൗട്ട് ആണോ? അതിനനുസരിച്ച് പ്ലാന്റിന്, അതായത് നല്ല പ്ലാന്റും
നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട് ആയാലേ നമുക്ക് അതിനനുസരിച്ച് നല്ല ഈൽഡ് ഉള്ള സീഡ്, നല്ല ക്വാളിറ്റി ഉള്ള സീഡൊക്കെ കിട്ടുള്ളൂ, നല്ല ഈൽഡും ക്വാളിറ്റി ഒക്കെ കിട്ടുള്ളൂ സീഡിന്. ഓക്കെ ആണോ? സെറ്റാണോ? മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കൾക്ക്? ഞാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫിനിഷ്. ഞാൻ ഉദ്ദേശിച്ച ഡയലോഗ് മിസ് പറഞ്ഞു. താങ്ക് യു മിസ്. കോഴ്സ് മിസ്, അല്ലാതെ പിന്നെ ആര്? ഡൺ 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 വന്നോണ്ടിരിക്കുക. ചേട്ടാ 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 പാടൂ പാടൂ. ഓക്കെ പാടാട്ടോ. ഒരു കംപ്ലൈന്റ്, ഹാൻഡ് റൈസ് ഓപ്ഷൻ ഇല്ലാണ്ട് വേറെ ഒന്നും വരുന്നില്ല പിള്ളേർക്ക്. മീൻസ് കമന്റ് ബോക്സിന്റെ ഹാൻഡ് റൈസ് ഓപ്ഷൻ്റെ ഇവിടെയുള്ളതൊന്നും വരുന്നില്ല. അല്ല ഇന്നലെ വരെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്ന് റിയാക്ഷൻ ഇടാൻ പറ്റില്ല. ഓക്കെ പാടൂ പാടും കഴിയാറേ പാടും. എഴുതി കഴിഞ്ഞോ എല്ലാവരുടെയും? ഫിനിഷ് ആണോ? ഓക്കെ ഫിനിഷ് ആണോ? എല്ലാവരും കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? ഫിനിഷ് ആണോ? സ്വീറ്റ് ടീച്ചർ ഫിനിഷ് മിസ് ഫിനിഷ്. എന്നാ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഡൗട്ട് ഉള്ളവർ സ്റ്റേ ബാക്ക് ചെയ്യാ. ഓക്കെ പാട്ടല്ലേ? പാട്ട് അല്ലേ? ഓക്കെ പാട്ട്. സീറ്റ് സിംഗ് മിസ്. ഓക്കെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പാടാണ് ഞാൻ. ലിക്സ് ഒന്നും നോക്കരുത് കേട്ടാ. ഓക്കെ ന്യൂസിനെ കൊണ്ട് പാടിയിട്ടേ ഞങ്ങൾ വീണ്ടും മിസ് പാടിക്കോളെ. ഓക്കെ താങ്ക് യു നിർത്തിയേക്കാ. ഓക്കെ മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യം പോലെ മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യം പോലെ ഇന്നുയിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മാറിവില്ലേ ചായം നേരം മാനിൻ കുഞ്ഞാൻ മാറും നേരം വെള്ളി നിലാവാകുന്നേ ഞാനെന്നും ഇന്നാരോമൽ വാവേ. സങ്കര ചമരം ചാമര വീശാനോ നേരത്തെ തിരമഞ്ചമൊരുക്കിയിരുന്നു ഞാൻ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ ഒരു ചിപ്പിയടയമ്മ പിച്ച പിച്ച നടക്കും കൺമണി. മതി. അയ്യോ എനിക്കറിയ. ഓക്കെ വാ, ഇത്ര നല്ലപോലെ പാടാൻ കഴിവുള്ള മിസ്സാണോ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. എന്തൊരു മിസ്സാണ് മിസ് പോളി. ഒരുപാട് പുകഴ്ത്തുന്നു. ഓക്കെ യദുനന്ദ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? യദുന്ന പോയോ? എന്റെ പാട്ട് വിട്ട് എന്റെ പാട്ട് വിട്ടപ്പോ യദുനന്ദ പോയോ? ഓക്കെ എനിക്ക് കുറച്ച് പേര് പാട്ട് പാടി തരാമെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു, അവരും പോയോ? ഓക്കെ ഡൗട്ട് ഉള്ളവർ സ്റ്റേ ബാക്ക് ചെയ്യാ. ഓക്കെ ആണെങ്കിൽ ടാറ്റാ ബൈ ബൈ ലവ് യു ഓൾ. എനിക്ക് പാട്ട് പാടി തരാന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ, അവര് പാട്ട് പാടിക്കോളൂ. ആ ഓ മൈ ഗോഡ് താങ്ക് യു. ഓക്കെ ഓക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നീ പാടോ? പാട് എന്നാ വേഗം പാടൂന്നേ. രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി പാടുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു പ്രേമയാമങ്ങളിൽ
താങ്ക് യു, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അതേ ഇവിടെ കമന്റ് ഒക്കെ വരുന്നുണ്ട് അടിപൊളിയെന്ന്. ഓക്കെ, പിന്നെ ഹലോ, പാടാനില്ല, പേടിക്കണ്ട. ഈ ജിന്നി പാടുമെന്ന് പറഞ്ഞത് ഏതോ എനിക്കും അറിയില്ലല്ലോ. ഹലോ ഹലോ, ജിന്നി പാടുമെന്ന് ചോദിക്കുന്നു. ജീനി പാടുമെന്നോ? അല്ല സുഹാനാന്ന് ചോദിച്ച ലൈറ്ററി ലൈക്ക് ജിനി മിസ്സിനെ അറിയില്ല. മോനറിയോ? മോൻ പാടുവോ? എനിക്കറിയാം, പക്ഷെ തെറ്റാണ് മൊത്തം. കുഴപ്പമില്ല, നമ്മളല്ലേ ഉള്ളൂ, കുറച്ച് പേരല്ല അല്ലേ? വേണ്ട വേണ്ട. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഋത്തിക എനിക്ക് വേണ്ടി ഒരു പാട്ടും കൂടി പാടാൻ വന്നിരിക്കുന്ന കുട്ടിയാണ്. ക്യാമറ ഓൺ ആക്കി പാടൂ, എനിക്ക് കാണണം. ഞാൻ 2 പാട്ട് പാടേ. ഓക്കെ, 2 പാട്ട്. ഒരു പാട്ട് ഇപ്പൊ പാടിക്കോളൂ, ഒരെണ്ണം ജോയിൽ പാടും, റൈറ്റ്? ഓക്കെ. പാടും. ആരാധിക്കേ മണ്ണിതിരുവതികരികേ മാളേറയാ കാത്തുള്ളുമെഴുതിരയേ നീ എങ്ങു പോകിലും അത് എനിക്കുമായിരുന്നു യഥാശലത്തം മർത്തോണിയുമായി തുറന്ന കല്ലിൽ പോയി എന്റെ നെഞ്ചാകെ നീയേ എന്റെ ഉമ്മാകെ നീയേ നിന്നിയ പിന്നാലെ ഒഴുകി ഒഴുകി നാം എന്നുമെന്നോട് പുഴയാൽ ആരാധിക്കേ മഞ്ഞുതിരുവരികരികേ നാളേറയാ കാറ്റുനിറയേ. വെരി ഗുഡ്. അപ്പൊ ഇത് 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് അടുത്ത പാട്ട് കൂടി പാടിത്തരാം. ഓക്കെ, മിസ്സിന് വേണ്ടിയല്ലേ പാടുന്നേ? ആണോ? ഓക്കെ, പാടിക്കോളൂ. ജോയൽ, ഡൗട്ടാണോ അതോ പാട്ടാണോ? ഓക്കെ, പാടിക്കോളൂ. നമ്മൾ 2ാമത്തെ ക്ലാസ് അല്ലേ? ഓക്കെ, പാടിക്കോളൂ. കുട്ടനും നന്ദിനി കുട്ടിക്ക് നിൽക്കുന്നതുണ്ടായ കല്യാണം കുട്ടനും നന്ദിനി കുട്ടിക്കും അതിനോട്ടുണ്ടായ കല്യാണം നാദസ്വരം വേണം വേണം ആശാന്തത്തിന്റെ തപ്പ് വേണം ആപത്തരം വേണം വേണം ആശാന്തത്തിന്റെ തപ്പ് വേണം. ഓക്കെ, വെരി ഗുഡ്, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കലാഭവൻ. ഓക്കെ, താങ്ക് യു. ക്ലാപ്പ് ഉണ്ട്. ഓക്കെ, ഫാത്തിമ ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റാത്തത് കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഋത്തികയും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജൈന ഡൗട്ട് ഇല്ലേ? ഏതാ? ഈ പേജാണോ? എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗോൾസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഗോൾസ്. നമ്മൾ നേരത്തെ ഗോൾസ് ഒക്കെ പറഞ്ഞു, അതിന് മുമ്പത്തെ പേജും കൂടി കാണിച്ചത്. നമ്മളൊരു മാങ്ങ നടുമ്പോൾ എന്തൊക്കെ ഗോളാണ് വേണ്ടത്? മാംഗോസ് ഷുഡ് ഗെറ്റ് ലോട്ട് ഓഫ് മാംഗോസ്, റൈറ്റ്? ഒരുപാട് മാങ്ങ കിട്ടണം അല്ലേ? ഒരുപാട് ഈൽഡ് കിട്ടണം. ഓക്കെ, അതേപോലെ തന്നെ പിന്നെന്താ, നേരത്തെ ഈൽഡ് കിട്ടണം അല്ലേ? എർലിയസ്റ്റ് ഈൽഡ് ആയിരിക്കണം. അല്ലാതെ ഇപ്പൊ നട്ട് 50 കൊല്ലം കഴിഞ്ഞിട്ട് മതിയോ? അല്ലല്ലോ, നമുക്ക് പെട്ടെന്ന് ഈൽഡ് കിട്ടണ്ടേ? അപ്പൊ അതൊക്കെ കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ വരില്ലേ? അല്ലേ? ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മാംഗോ ഷുഡ് ബി സ്വീറ്റ്. പച്ചവെള്ളം പോലത്തെ മാംഗോ ആണോ വേണ്ടേ? സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ അല്ലേ വേണ്ടത്? മാംഗോ ഷുഡ് ബി സ്വീറ്റ്. അതാണ് നമ്മൾ മാംഗോന്റെ കാര്യത്തിൽ പറഞ്ഞത്.
അതേപോലെ തന്നെ അവർ ഗോൾസ് വൈൽ കൾട്ടിവേറ്റിംഗ് ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഓർ സീരിയൽ ടു. ഇത് തന്നെയാണോ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും സെറിയൽസും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഗോള്? ആണോ? ആണോ? എന്താ വേണ്ടേ? should yield quickly. Very good. Must yield plenty. ഒരുപാട് yield കിട്ടണം അല്ലേ? വെരി ഗുഡ്. Yield should have good quality. yield നല്ല ക്വാളിറ്റി ഉണ്ടാവണം അല്ലേ? വെരി ഗുഡ്. അപ്പൊ മനസ്സിലായില്ലേ മോന്? ഓക്കെ. ഡൗട്ട് മാറിയോ? ഓക്കെ. ഇനി ഋതുക ബാക്കി കൂടി പഠിക്കും. ക്യാമറ ഓൺ ആക്കി. ഒരു മിനിറ്റ് ഋതിക, ഒരു മിനിറ്റ്. ശ്രുതിക്ക് ഡൗട്ടാണോ പാട്ടാണോ? പാട്ടാണ്. ഓക്കെ, സെറ്റ്. പഠിക്കൂ. വെരി ഗുഡ്. നല്ല സൂപ്പർ പാട്ടായിട്ടുണ്ട് കേട്ടോ. അമ്മയാണോ അടുത്തിരിക്കുന്നത്? ആണോ? അല്ല, എന്തായാലും എന്തായാലും സൂപ്പർ പാട്ടായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ശ്രദ്ധ പാട്ടല്ലേ? മിസ്സിന് വേണ്ടിയുള്ള പാട്ടല്ലേ? പാടിക്കോ. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ. അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ പാട്ട്. ഇതേപോലെ ആണെങ്കിൽ ഇനി പാട്ട് പാടാനുണ്ടോ? കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, സെറ്റ്. എല്ലാവരും സെറ്റ്. ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫാത്തിമ, റോവാൻ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലാത്തവര് ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. നോക്കി. ഡൗട്ട് ഉണ്ടോ? മാം, പിക്ചർ കാണിച്ച പിക്ചറിലുള്ള സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഞാൻ വന്നിട്ടില്ലേ? മനസ്സിലായില്ല. എന്താ? അത് ഞാനിപ്പോ ടൊമാറ്റോ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല. ഒരു മിനിറ്റ്.
ഇത് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നില്ലേ? എവിടെ പോയി? നടുവിൽ എവിടെ പോയി? ഞാൻ പോകാൻ പാടില്ലാട്ടാ, മിസ്സാവും പോർഷൻസ്. ഓക്കെ, വേറെ ഒന്നുമല്ല, ഇത് ജസ്റ്റ് മിസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാ എവിടെന്നാ സീഡ് വരുന്നേന്ന്. ഓക്കെ, ഇതെന്താ ബിറ്റർ ഗാർഡന്റെ പ്ലാന്റ് അല്ലേ? അപ്പൊ ഇതെന്താ? ഫ്രൂട്ട്. അപ്പൊ എവിടെന്നാ സീഡ് വരുന്നേ? എവിടെയാ സീഡ് ഉണ്ടാവുക? ആ, അത്രേ ഉള്ളൂ. ഫ്രൂട്ടിന്റെ ഉള്ളിലാണ് സീഡ് ഉണ്ടാവുക അല്ലേ? അതിനെ കുറിച്ച് പറഞ്ഞതാണ്. വേർ ആർ സീഡ്സ് ഫോംഡ്. ഫ്രൂട്ടിന്റെ ഉള്ളിലാണ് സീഡ് ഉണ്ടാവുക എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഡൗട്ട് ഒക്കെ ക്ലിയർ ആയില്ലേ? അപ്പൊ ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ, കഴിഞ്ഞവര് ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ അല്ലേ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അയ്യോ, ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ആ, സമയത്ത് കുറച്ച് വിളവുകളും കൊറേ വിളവുകളും ഇല്ലേ? പറഞ്ഞു. അപ്പൊ ഈ കുറച്ച് വിളവുള്ള സീഡ്സ് എന്താണ്? നമുക്ക് ഇനിയും പ്ലാന്റ് വെക്കുന്നതിലും നമുക്ക് കുറെ ഈൽഡ് ഉള്ളതല്ല വേണ്ടേ? നമ്മൾ ഇനി അടുത്ത പ്ലാന്റ് വെക്കുക, ആ സീഡ് വളർന്ന് വലിയ പ്ലാന്റ് ആവുമ്പോൾ അതിന് കുറച്ച് വിളവ് ഉണ്ടാവുള്ളൂ. കുറെ ഉള്ളതല്ലല്ലോ, നമുക്ക് കുറെ ഈൽഡ് വേണ്ടേ? ചീഞ്ഞു പോവാണോ വേണ്ടേ? നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം, കൂടെ ബിസിനസ് ആക്കാം, ചെടിക്ക് പുറത്തേക്ക് വിൽക്കാം, അതേപോലെ തന്നെ അപ്പുറത്തെ വീടുകളിൽ കൊടുക്കാമല്ലോ. ചീഞ്ഞു പോകാണ്ടിരിക്കണം. കളർ കൂടുതൽ അത് കുഞ്ഞു ടൊമാറ്റോസ് അല്ലോ. ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഈൽഡ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, ഒരുപാട് ഫ്രൂട്ടാണ്. നമ്മൾ വെജിറ്റബിൾ ആയിട്ടാണ് കൂട്ടുക, പക്ഷെ ടൊമാറ്റോ ആക്ച്വലി സയന്റിഫിക്കലി ഫ്രൂട്ടാണ്. ഓക്കെ, ശരി. ഓക്കെ, ബാക്കി രണ്ടുപേർക്ക് ഡൗട്ടാണോ? റൊമാന് ഡൗട്ടാണോ? ശരി, അതിന്റെ പ്രിയ. ഓക്കെ, ആദ്യമേ പറഞ്ഞു. താങ്ക് യു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.